നമ്മൾ ഇന്നലെ എന്തൊക്കെ എടുത്ത് ഇന്നലെ എഗ്രിമെന്റും കോൺട്രാക്റ്റും ഡീഡും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എടുത്തു. എന്താണ് എഗ്രിമെന്റും കോൺട്രാക്റ്റും ഡീഡും തമ്മിലുള്ള വ്യത്യാസം? ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. എന്ത് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫറും അക്സെപ്റ്റൻസും ഉണ്ട്. അവിടെ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാം, പെടാതിരിക്കാം, പക്ഷെ അത് ലീഗലി എൻഫോഴ്സബിൾ അല്ല. കോൺട്രാക്ട് ലീഗലി എൻഫോഴ്സബിൾ ആണ്, ആയിരിക്കണം. ലീഗലി എൻഫോഴ്സബിളും അത് തന്നെ റൈറ്റോ ലയബിലിറ്റിയോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഡീഡ് എന്നാണ് വിളിക്കുക. അപ്പൊ ഡീഡിന് ശേഷം നമ്മൾ എന്താ നോക്കി? സർക്കുലേഴ്സിനെ കുറിച്ചിട്ട് നോക്കി അല്ലെ? എന്താ സർക്കുലേഴ്സ്? ഒരു മാസ് ഓഡിയൻസിനെ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ഡിസിമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് സർക്കുലർ എന്ന് പറയുന്നത്. അപ്പൊ സർക്കുലർ ഇഷ്യൂ ചെയ്യുന്നത് ഏതെങ്കിലും ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ ഡയറക്ടർ ആവാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ സർക്കുലർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ വേണ്ട നെസസറി എലമെന്റുകൾ എന്തൊക്കെയാണ്? ഇഷ്യൂവറിന്റെ ഡീറ്റെയിൽ മീൻസ് പേര് വേണം, അതേപോലെ തന്നെ അഡ്രസ്സിയുടെ പേര് വേണം, അതിനുശേഷം സബ്ജക്ട് മാറ്റർ വേണം, റഫറൻസ് പോയിന്റ് വേണം, അതിന്റെ മെയിൻ ഇൻഫോർമേഷൻ വേണം, അതോടൊപ്പം ഒഫീഷ്യൽ അതോറിറ്റി വേണം, സിഗ്നേച്ചറും വേണം അല്ലെ? നിനക്കാണോ എനക്കാണോ വിളിക്കാറുള്ളത്? ഇനി സർക്കുലർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് പോയത് പബ്ലിക് നോട്ടീസിന്റെ കാര്യത്തിലേക്കാണ്. പബ്ലിക് നോട്ടീസ് എന്താണ്? ഒരു മാസ് ഓഡിയൻസിന് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കൺവേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് പബ്ലിക് നോട്ടീസ്. പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഗവൺമെന്റ് അതോറിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ ആവാം. 3 മെയിൻ സാഹചര്യങ്ങളിലാണ് പബ്ലിക് നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യപ്പെടുക. ഒന്ന്, ലോ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രൈക്ക് ഓഫ് നടത്തുക, അതുമല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റിന്റെ കാര്യത്തിലൊക്കെ ആയിരിക്കും പബ്ലിക് നോട്ടീസുകൾ കൂടുതലായും ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. ഇനി പബ്ലിക് നോട്ടീസിന്റെ ഫോർമാറ്റുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഇഷ്യൂവറിന്റെ നെയിം ഉണ്ടാവും, ഇഷ്യൂവറിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അഡ്രസ്സിനെ കുറിച്ച് ഒന്നും തന്നെ ഉണ്ടാവില്ല, ടൈറ്റിൽ ഹെഡ് ഉണ്ടാവും, പിന്നെ ടൈറ്റിൽ ഹെഡ് ഉണ്ടാവും, ഇതെന്തെങ്ങനെ ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ എവിടെ? ടൈറ്റിൽ ഹെഡ് ഉണ്ടാവും, കോംപ്രിഹെൻസീവ് ഡീറ്റെയിൽസ് ഉണ്ടാവും. എന്താണ് കോംപ്രിഹെൻസീവ് ഡീറ്റെയിൽസ്? കോംപ്രിഹെൻസീവ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇന്ന സെക്ഷൻ ആണ്
ഇതിലാണ് എന്നുള്ളത്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ആ സെക്ഷനിൽ എന്താണ് പറയുന്നത്, അതിന്റെ ഡേറ്റ് ആൻഡ് പ്ലേസും ഡെസിഗ്നേഷനും അവിടെ ഉണ്ടാവും. ദെൻ ടെൻഡേഴ്സ്. എന്താണ് ടെൻഡർ? ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടോ ജോബ് നടത്താൻ വേണ്ടിയിട്ടോ ഒരു പെർട്ടിക്കുലർ പ്രൈസ് നമ്മൾ ഓഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടെൻഡർ എന്നാണ് വിളിക്കുക. ടെൻഡറിലെ മേജർ ഡോക്യുമെന്റുകൾ അല്ലെങ്കിൽ ടെൻഡർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ വേണം? നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഓർഗനൈസേഷൻ വേണം, സബ്ജക്ട് മാറ്റർ വേണം, ഇൻഡെക്സ് വേണം, 5 മെയിൻ കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഈ 5 മെയിൻ കാര്യങ്ങളിൽ ഏതൊക്കെയാണ് 5 മെയിൻ കാര്യങ്ങൾ? 1 പബ്ലിക്കേഷൻ ഡേറ്റ്, 2 എന്നാണ് ടെൻഡർ ക്ലോസ് ചെയ്യുന്നത് എന്നുള്ള ഡേറ്റ്, 3 കോസ്റ്റ്, 4 അതിന്റെ ഡെപ്പോസിറ്റ് ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് അഥവാ EMD, അതിനോടൊപ്പം തന്നെ പോസ്റ്റ് മീൻസ് പ്രീ ബിഡിങ് ഡേറ്റ്, പ്രീ ബിഡിങ് മീറ്റിംഗിന്റെ ഡേറ്റ് എന്നാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ ഡിസ്ക്ലെയിമർ ക്ലോസ്. ഡിസ്ക്ലെയിമർ ക്ലോസ് നമ്മൾ കൊടുത്തിരിക്കണം. ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തിരിക്കണം. ടെക്നിക്കൽ ബിഡും ഫൈനാൻഷ്യൽ ബിഡും നമ്മൾ കൊടുത്തിരിക്കണം. ഫീസും ഡെപ്പോസിറ്റും എത്രയാന്നുള്ളത് നമ്മൾ പറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഈ EMD ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എപ്പോഴാണ് ഫോർഫീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിരിക്കണം. അതിനോടൊപ്പം നെക്സ്റ്റ് പ്രീ ബിഡിംഗ് മീറ്റിംഗ് എന്നാണ് നടക്കുക, സ്കോപ്പ് ഓഫ് വർക്ക് എന്താണ്, ടെക്നിക്കൽ റിക്വയർമെന്റ്സ് എന്താണ്, അതേപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, ഈ ടെൻഡർ ഡോക്യുമെന്റിന്റെ ഒപ്പം എന്തൊക്കെ ഫോമുകളാണ് കീപ്പ് ചെയ്യേണ്ടത്. ടെക്നിക്കൽ ബിഡ് വേണം, ഫൈനാൻഷ്യൽ ബിഡ് വേണം, പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ ബിഡർ വേണം, അതിനോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ലെറ്റർ വേണം, അതേപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസും വേണം. നെക്സ്റ്റ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. എന്താണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്? ഇന്റർനാഷണൽ പേയ്മെന്റുകൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പേയ്മെന്റ് മെക്കാനിസം ആണ് എന്ത്? LC അഥവാ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയാം. എത്ര മെയിൻ പാർട്ടിസിപ്പന്റുകളാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ ഉള്ളത്? ആപ്ലിക്കന്റ് ഉണ്ട്. ആപ്ലിക്കന്റ് ആരാണ്? ഇമ്പോർട്ടറിനെയാണ് നമ്മള് ആപ്ലിക്കന്റ് എന്ന് വിളിക്കുക. പിന്നെ ഇഷ്യൂവർ ബാങ്ക് ഉണ്ട്, അഡ്വൈസിംഗ് ബാങ്ക് ഉണ്ട്, മറ്റേ ടീമിന്റെ പേരെന്താണ്? ബെനഫിഷ്യറി അഥവാ എക്സ്പോർട്ടർ ഉണ്ട്. ഇതിന് പുറമെയുള്ള അഡീഷണൽ പാർട്ടീസ് ആരൊക്കെയാണ്? അഡീഷണൽ പാർട്ടീസ് ആരൊക്കെയാണ്? സോ ഫസ്റ്റ് വണ്ണ് വരുന്നത് കൺഫേമിംഗ് ബാങ്ക് ആണ്. ആരാ കൺഫേമിംഗ്? നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു ബാങ്കിനെ കൂട്ടുപിടിക്കും. എന്തിനു വേണ്ടിയിട്ട്? LC റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബാങ്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺഫേമിംഗ് ബാങ്ക്. ഡോക്യുമെന്റുകൾ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബാങ്കിന്റെയും ഇടയിൽ നിൽക്കുന്ന ബാങ്കിനെയാണ് നമ്മൾ നെഗോഷിയേറ്റിംഗ് ബാങ്ക് എന്ന് പറയാ. ഇനി നമുക്ക് സ്വിഫ്റ്റ് കോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പേയ്മെന്റ് പോകുന്ന ബാങ്കാണ് പേയ്മെന്റ് ബാങ്ക്. നമുക്ക് നോസ്ട്രോ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ നോസ്ട്രോ അക്കൗണ്ട് ഏതെങ്കിലും ബാങ്കിന്റെ കീഴിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ഇന്റർനാഷണൽ ബാങ്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീഇംബേഴ്സ്മെന്റ് ബാങ്ക് എന്നുള്ളത്. ഓക്കെ, ഇത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കും, അതേപോലെ ടെംപ്ലേറ്റ്സിലും നമുക്ക് അറിയണം. ഓക്കെ, കൂടുതൽ ചോദ്യവും ഇങ്ങനത്തെയും വരിക. ടെംപ്ലേറ്റുകൾ 20, 25, 30 മാർക്കിനെ വരുള്ളൂ. ഓക്കെ, നൗ എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് LCയിൽ വേണ്ടത്? ഓക്കെ, ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ വേണ്ട ഡോക്യുമെന്റുകൾ. ഫസ്റ്റ് വൺ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്സ്. എന്തൊക്കെ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റുകളാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് വേണ്ടത്? ഫസ്റ്റ് വൺ ഈസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ?
അപ്പൊ ഒരു LC നടത്തണമെങ്കിൽ അവിടെ എന്ത് വേണം? ബിൽ ഓഫ് എക്സ്ചേഞ്ച് വേണം. അതേപോലെ തന്നെ അവിടെ ആരുടെ എഗെയിൻസ്റ്റ് ആയിരിക്കണം ഡ്രോ ചെയ്യേണ്ടത്? ബെനഫിഷ്യറിയുടെ എഗെയിൻസ്റ്റ് ആയിരിക്കണം ഡ്രോ ചെയ്യേണ്ടത്. എന്താണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരുടെ പേരിൽ വേണം ഡ്രോ ചെയ്യാൻ? ഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ ആരുടെ പേരിൽ വേണം ബിൽ ഓഫ് എൻട്രി ഇറക്കാൻ? അത് ബെനഫിഷ്യറിയുടെ പേരിൽ വേണം ബിൽ ഓഫ് എൻട്രി ഇറക്കാൻ. അപ്പൊ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ് ഏതാ വേണ്ടേ? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് വേണ്ടത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ റൂൾ എന്താണ്? ആരുടെ പേരിലായിരിക്കണം ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരേണ്ടത്? ബെനഫിഷ്യറിയുടെ പേരിലായിരിക്കണം. അതായത് ആരാ ബെനഫിഷ്യറി? എക്സ്പോർട്ടർ ആണ് ബെനഫിഷ്യറി ആയിട്ട് വരുന്നത്. ദെൻ കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാ വേണ്ടേ? ഒന്ന് ഇൻവോയ്സ് വേണം, പാക്കിംഗ് ലിസ്റ്റും വേണം. ഓക്കെ, എന്തൊക്കെയാണ്? ഫസ്റ്റ് വേണ്ടത് ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്. ഫൈനാൻഷ്യൽ ഡോക്യുമെന്റിൽ വേണ്ടത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റിൽ വേണ്ടത് ഇൻവോയ്സും പാക്കിംഗ് ലിസ്റ്റും. ഈ ഇൻവോയ്സും പാക്കിംഗ് ലിസ്റ്റും ആർക്കായിരിക്കണം അഡ്രസ് ചെയ്തിരിക്കേണ്ടത്? ബയ്യറുടെ പേരിലായിരിക്കണം അഡ്രസ് ചെയ്തിരിക്കേണ്ടത്. ആരായിരിക്കണം സൈൻ ചെയ്യേണ്ടത്? സെല്ലർ വേണം സൈൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ സെയിൽസിന്റെ എല്ലാവിധ ഡീറ്റെയിൽസും അതിൽ പറഞ്ഞിരിക്കണം. ഓക്കെ, നൗ ഫസ്റ്റത്തെ ഡോക്യുമെന്റ് ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ് ആണ്. ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ് ഏതാ? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. അത് ആരുടെ പേരിലായിരിക്കണം? ബെനഫിഷ്യറിയുടെ പേരിലായിരിക്കണം. രണ്ട് കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ്. ഫൈനാൻഷ്യലും കൊമേഴ്ഷ്യലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫൈനാൻഷ്യൽ പണമിടപാടാണ്. കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ ഷിപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ് ആയിട്ട് ഏതാ വേണ്ടേ? ഇൻവോയ്സ് വേണം, പാക്കിംഗ് ലിസ്റ്റ് വേണം. ഇൻവോയ്സ് ആയാലും പാക്കിംഗ് ലിസ്റ്റ് ആയാലും അത് ആരുടെ അഡ്രസ്സിലായിരിക്കണം? ബയ്യറുടെ അഡ്രസ്സിലായിരിക്കണം. ആരെ സൈൻ ചെയ്യേണ്ടത്? സെല്ലർ സൈൻ ചെയ്യണം. സെയിലിന്റെ എല്ലാവിധ പർട്ടിക്കുലേഴ്സും അതിൽ കൊടുക്കുകയും വേണം. ഹലോ, അവിടെ അമ്പങ്ങടെ ചാടി കഴിഞ്ഞ് നേരെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ടീം അതെ ശരി. ഓക്കെ, ദെൻ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ്. നൗ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സിൽ എന്താ കൊടുക്കേണ്ടത്? ഇത് ബിൽ ഓഫ് ലോഡിംഗ് അല്ല കേട്ടോ, ബിൽ ഓഫ് ലാഡിംഗ്. ബിൽ ഓഫ് ലാഡിംഗ് വേണം, എയർവേ ബില്ല് വേണം. സോറി, ബിൽ ഓഫ് ലാഡിങ്ങോ എയർവേസിലാണ് പോകുന്നതെങ്കിൽ എയർവേ ബില്ലോ, അല്ലെങ്കിൽ ലോറി ട്രക്ക് റെസീപ്റ്റോ, അല്ലെങ്കിൽ റെയിൽവേ റെസീപ്റ്റ്. ഇതിലേതെങ്കിലും ഒന്ന്, ഏതെങ്കിലും ഒരു മെക്കാനിസത്തിലൂടെ ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത്. അത് ഷിപ്പിലൂടെ ആണെങ്കിൽ ബിൽ ഓഫ് ലാഡിംഗ് എന്ന് പറയും, എയർവേയിലൂടെ ആണെങ്കിൽ എയർവേ ബില്ല് എന്ന് പറയും, ഇല്ലെങ്കിൽ ലോറി ട്രക്ക് റെസീപ്റ്റോ റെയിൽവേ റെസീപ്റ്റോ നമുക്ക് ഷിപ്പിംഗ് ഡോക്യുമെന്റ് ആയിട്ട് വേണ്ടി വരും. നൗ ഇതെന്താണ്? ഈ ഡോക്യുമെന്റിന്റെ ഓണർഷിപ്പ് പറയുന്ന ഡോക്യുമെന്റ് ആണ് നമ്മൾ ഈ പറയുന്ന ബിൽ ഓഫ് ലാഡിങ്ങും മറ്റ് പ്രോഗ്രാമുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടും LC ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട 3 പേപ്പറുകൾ ഏതൊക്കെയാ? 3 ഡോക്യുമെന്റുകൾ. ഒന്ന് ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്. ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ് ഏതാ? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് വേണ്ടത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരുടെ പേരിലായിരിക്കണം? ബെനഫിഷ്യറിയുടെ പേരിലായിരിക്കണം. രണ്ടാമത്തെ പേപ്പർ നമുക്ക് വേണ്ടത് കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ് ആണ്. കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ് ഏതൊക്കെയാണ്? ഇൻവോയ്സും പാക്കിംഗ് ലിസ്റ്റും ആണ്. ഇത് ആരുടെ പേരിലാണ് വേണ്ടത്? ബയ്യറുടെ പേരിലേക്കാണ് അഡ്രസ് ചെയ്യേണ്ടത്. ആരാ സൈൻ ചെയ്യേണ്ടത്? സെല്ലർ ആണ് സൈൻ ചെയ്യേണ്ടത്. സെയിലിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇനി ഷിപ്പിംഗ് ഡോക്യുമെന്റ് ആയിട്ട് എന്താ വേണ്ടേ? ബിൽ ഓഫ് ലാഡിംഗ് വേണം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ എയർവേ ബില്ല് വേണം, അല്ലെങ്കിൽ ലോറി ട്രക്ക് റെസീപ്റ്റ് വേണം, അല്ലെങ്കിൽ റെയിൽവേ റെസീപ്റ്റ് വേണം. ദെൻ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആയിട്ട് എന്തെല്ലാമാണ് നമ്മൾ കൈവശം വെക്കേണ്ടത്? ഫസ്റ്റ് വൺ, ലൈസൻസ്. ഓക്കെ, ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ എന്താ വെക്കേണ്ടത്? ലൈസൻസ് വേണം, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ വേണം, ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം,
ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണം. അതായത് ഒരു സാധനം പുറത്തുനിന്ന് ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് ഇത്രയും ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ അടുത്ത് വേണ്ടത്. എന്തൊക്കെയാണ്? ലൈസൻസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് സർട്ടിഫിക്കറ്റ്. എന്താണ്? ലൈസൻസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റും ഹെൽത്ത് സർട്ടിഫിക്കറ്റും. ഈ 4 ഡോക്യുമെന്റ് ആണ് LCയോടൊപ്പം നമ്മളുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആയിട്ട് വരേണ്ടത്. ദെൻ ഇൻഷുറൻസ് ഡോക്യുമെന്റ് ആയിട്ട് എന്ത് വേണം? ഇൻഷുറൻസ് പോളിസിയോ സർട്ടിഫിക്കറ്റോ വേണം. ഏതാണ്? സോ എത്ര ഡോക്യുമെന്റ് ആയി? 5 ഡോക്യുമെന്റ് ആയി. ഏതൊക്കെയാണ് 5 ഡോക്യുമെന്റ്? പറയാ ഒന്നൊന്നായിട്ട്. ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എടുക്കുന്നു. ആരുടെ പേരിലാണത്? ബെനഫിഷ്യറിയുടെ പേരിലാണ്. 2, കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ ഇൻവോയ്സും പാക്കിംഗ് ലിസ്റ്റും വെക്കുന്നുണ്ട്. അത് ആരുടെ പേരിലാണ് ഡ്രോ ചെയ്യേണ്ടത്? ബയ്യറുടെ പേരിലാണ്. സെല്ലർ സൈൻ ചെയ്യണം. സെയിൽസിന്റെ എല്ലാ പർട്ടിക്കുലേഴ്സും അതിൽ വേണം. 3ാമതായിട്ട് ഷിപ്പിംഗ് ഡോക്യുമെന്റ്. ഷിപ്പിംഗ് ഡോക്യുമെന്റ് ആയിട്ട് എന്തൊക്കെയാ വേണ്ടേ? എയർവേ ബില്ല് വേണം, അല്ലെങ്കിൽ ബിൽ ഓഫ് ലാഡിംഗ് വേണം, അല്ലെങ്കിൽ ലോറി ട്രക്ക് റെസീപ്റ്റ് വേണം, അല്ലെങ്കിൽ റെയിൽവേ റെസീപ്റ്റ് വേണം. അതേപോലെ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആയിട്ട് എന്ത് വേണം? ലൈസൻസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റും ഹെൽത്ത് സർട്ടിഫിക്കറ്റും. അതേപോലെ ഇൻഷുറൻസ് ഡോക്യുമെന്റ് ആയിട്ട് എന്ത് വേണം? ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് പോളിസിയോ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റോ വേണം. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. വിവിധ തരം ലെറ്റർ ഓഫ് ക്രെഡിറ്റുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഡോക്യുമെന്ററി LC. എന്താ ഡോക്യുമെന്ററി LC? ഡോക്യുമെന്ററി LC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ ഓഫ് ലാഡിങ്ങിന് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന LCനെയാണ് ഡോക്യുമെന്ററി LC. അതായത് ഇതൊന്നും വേറെ വേറെ LC അല്ല, വേറെ വേറെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ല. ഒരേ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന് തന്നെ പല കോപ്പികൾ പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് തരും. ആ LCനെ പറയുന്ന പേരാണ് ഇത്. അപ്പൊ എന്താ പറയണേ? ഡോക്യുമെന്ററി LC എന്താ? LC ഹോണേഡ് ഓൺ പ്രൊഡക്ഷൻ ഓഫ് സ്പെസിഫൈഡ് ഡോക്യുമെന്റ് സച്ച് ആസ് ബിൽ ഓഫ് ലാഡിംഗ്. അതായത് ബിൽ ഓഫ് ലാഡിങ്ങിന് വേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നൽകുന്ന LCനെയാണ് നമ്മൾ എന്ത് പറയാ? ഡോക്യുമെന്ററി LC എന്ന് പറയാം. അതായത് ബാങ്കിനോട് നമ്മൾ അപേക്ഷിക്കും LCക്ക് വേണ്ടി. LC പറയും നമുക്ക് പല പല സ്റ്റേജുകളായിട്ടാണ് ഇതുള്ളത്. അപ്പോ ഫസ്റ്റ് നിങ്ങൾ ബിൽ ഓഫ് ലാഡിങ്ങിന് വേണ്ടിയിട്ട് LC കൊടുക്കാൻ തരുന്ന ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡോക്യുമെന്ററി LC എന്ന് പറയാ. ദെൻ എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലീൻ LC. വാട്ട് ഈസ് ക്ലീൻ LC? ഓക്കെ, ഇത് വായിക്കും. റിവോൾവിംഗ് ക്രെഡിറ്റ്. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്? ഡോക്യുമെന്ററി LCയും ക്ലീൻ LCയും രണ്ടും ഒന്നാണേ. ഡോക്യുമെന്ററി LCയും ക്ലീൻ LCയും എന്താ പറയണത്? ഒന്ന് LC is honored only on production of specified document such as bill of lading. Clean LC പറയുന്നു no such condition of submission of documents is there. അതായത് ബിൽ ഓഫ് ലാഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിൽ ഓഫ് ലാഡിങ്ങിനോ മറ്റേതോ എന്തെങ്കിലും സ്പെഷ്യൽ ഡോക്യുമെന്റുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം വെക്കുന്ന LCനെയാണ് നമ്മൾ എന്ത് പറയാ? ഡോക്യുമെന്ററി LC എന്ന് പറയാ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിള് നമ്മൾക്ക് ബിൽ ഓഫ് ലാഡിങ് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് സാധനം ഇറക്കാനുള്ള പെർമിഷൻ മാത്രം കിട്ടിയാൽ പോരാ. അവിടുന്ന് ഇങ്ങോട്ട് സാധനം ഇറക്കുമ്പോൾ അതിന്റെ പൈസ കൊടുക്കും എന്ന ഉറപ്പ് ബാങ്ക് നൽകിയ LC കൂടെ അതിന്റെ ഒപ്പം വെക്കണം.
ആ LC ഏതെങ്കിലും സ്പെസിഫൈഡ് ഡോക്യുമെന്റിന്റെ ഒപ്പം വെക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡോക്യുമെന്ററി LC എന്ന് പറയാം. അതായത് അത് നിർബന്ധമില്ല സബ്മിറ്റ് ചെയ്യാൻ. അതായത് ബിൽ ഓഫ് ലാഡിംഗ് പോലുള്ള ഏതെങ്കിലും, അതായത് നമ്മൾ പറഞ്ഞു എത്ര തരം ഇതുണ്ട്, ഷിപ്പിംഗ് ഡോക്യുമെന്റുകൾ ഉണ്ട്, ബിൽ ഓഫ് ലാഡിംഗ് ഉണ്ട്, എയർവേ ബിൽ ഉണ്ട്, ലോറി ട്രക്ക് റെസിപ്റ്റ് ഉണ്ട്, റെയിൽവേ റെസിപ്റ്റ് ഉണ്ട്. ഇതിൽ ബിൽ ഓഫ് ലാഡിങ്ങിന്റെ ഒപ്പം കൊടുക്കുന്ന LCനെയാണ് നമ്മൾ എന്ത് പറയാ, ഡോക്യുമെന്ററി LC എന്ന് പറയാ. ബാക്കിയുള്ളതിനൊന്നും ഡോക്യുമെന്ററി LC അറ്റാച്ച് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഷിപ്പിംഗിലാണ് ഇതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അതിന് വെക്കുന്നതിനെ നമ്മൾ ഡോക്യുമെന്ററി LC എന്ന് പറയും. പക്ഷേ ബാക്കി ഒന്നിനും ഡോക്യുമെന്ററി LC നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രെയിൻ മാർഗമാണ് ഈ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ബിൽ ഓഫ് ലാഡിംഗ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിൽ ഓഫ് ലാഡിംഗ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം കൊടുക്കുന്ന LC ആണ് ഡോക്യുമെന്ററി LC. അതുകൊണ്ട് തന്നെ പറയുന്നത് ഡോക്യുമെന്ററി LC ഒരു ക്ലീൻ LC ആണ്, അത് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്, സ്പെസിഫൈഡ് ഡോക്യുമെന്റുകളുടെ ഒപ്പം സബ്മിറ്റ് ചെയ്യപ്പെടേണ്ട LCനെയാണ് നമ്മൾ എന്ത് പറയാ, ഡോക്യുമെന്ററി LC എന്ന് പറയാ. മറ്റ് കേസുകളിലൊന്നും അത് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ ഫിക്സഡ് ക്രെഡിറ്റ്, ഇതൊന്നും LC അല്ല കേട്ടോ. ഇവിടുന്നാണ് ഇത് മാർക്ക് ചെയ്തത്, ഇതായിരിക്കുകയാണ്. Now ഫിക്സഡ് ക്രെഡിറ്റ് എന്താണത്? LC is issued for a fixed amount and cancelled and get cancelled once the amount is exhausted. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അനക്ക് LC പാസ്സായി എന്ന് പറഞ്ഞാൽ 1 കോടി റുപ്യയുടെ പാസ്സായി. ഓക്കെ, ഈ 1 കോടി റുപ്യയുടെ LC എപ്പോഴാ ക്യാൻസൽ ആവുക? ആദ്യത്തെ തവണ ഇത് 50 ലക്ഷത്തിന് സാധനം ഇറക്കി, ഇനിയിപ്പോ ബാക്കി ഇതിൽ 50 ലക്ഷം ഉള്ളു. രണ്ടാമത്തെ തവണ ഈ 50 ലക്ഷത്തിന്റെ സാധനം ഇറക്കി, ഇതിനു ശേഷം ഈ LC ക്യാൻസൽ ആവും. മനസ്സിലായോ? പേയ്മെന്റ് കൊടുക്കണോടത്തോളം നമുക്കത് ബാലൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എങ്ങനെയാണ് LC ഒരു ഫിക്സഡ് എമൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുക. ആദ്യം നമ്മളുടെ ആ എമൗണ്ട് എക്സോസ്റ്റ് ആവുന്നതോട് കൂടിയിട്ട് എന്തുണ്ടാവും, ആ LC ക്യാൻസൽഡ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? അപ്പൊ ഇത് LCയുടെ പ്രോപ്പർട്ടികളാണ് ഈ പറയുന്നത്. എന്താ പറഞ്ഞത്? ഡോക്യുമെന്ററി LC എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ഡോക്യുമെന്റ്സിന്റെ ഒപ്പം മാത്രം വെക്കാനുള്ള ഒരു LC ആണ് ഡോക്യുമെന്ററി LC. മറ്റ് സാഹചര്യങ്ങളിൽ അത് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫിക്സഡ് എമൗണ്ടിന് വേണ്ടിയിട്ടാണ് LC പാസ്സാവുന്നത്. ആ എമൗണ്ടിലും കൂടുതൽ സാധനം നമ്മൾ ഇറക്കുന്ന സമയത്ത് എന്താവും, ആ LC ക്യാൻസൽ ആയിട്ട് പോവും. ദെൻ റിവോൾവിംഗ് ക്രെഡിറ്റ്. എന്താ റിവോൾവിംഗ് ക്രെഡിറ്റ്? ഇൻ ദിസ് നോ സച്ച് ടോട്ടൽ എമൗണ്ട് അപ് ടു വിച്ച് LC ക്യാൻ ബി യൂസ്ഡ് ഇസ് പ്രൊവൈഡഡ്. അതായത് ഫിക്സഡ് ക്രെഡിറ്റിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് റിവോൾവിംഗ് ക്രെഡിറ്റ്. എന്താ റിവോൾവിംഗ് ക്രെഡിറ്റ്? പ്രത്യേക എമൗണ്ട് ഒന്നുമില്ല. It mention a limit for which LC shall be issued and it refreshes after the repayment. It enables the parties to enter into multiple transactions. Value of credit keeps on fluctuating depend upon the issuance of LC and payments made. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. മാറ്റണമെങ്കിലാണേ ഓപ്ഷൻ കാണാമല്ലോ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിള് ഞാൻ പറഞ്ഞു, നമ്മൾ എന്താ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്? ഒരു വ്യക്തിക്ക് നമ്മൾ LC എടുത്തു. LC എടുത്ത അതിൽ ഡോക്യുമെന്ററി LC ഉണ്ട്. എന്താ ഡോക്യുമെന്ററി LC? ഡോക്യുമെന്റുകളുടെ ഒപ്പം, സ്പെസിഫൈഡ് ഡോക്യുമെന്റുകൾക്കൊപ്പം നമ്മൾ വെച്ചു കൊടുക്കുന്ന LCനെയാണ് ഡോക്യുമെന്റ് LC എന്ന് പറയാ. വേറെ സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ക്ലീൻ LC എന്ന് വിളിക്കും. ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ. സ്പെസിഫൈഡ് ഡോക്യുമെന്റിന്റെ ഒപ്പം വെക്കുന്ന LC ആണെങ്കിൽ അത് ഡോക്യുമെന്ററി LC. LC നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലീൻ LC. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താ പറയണേ? ക്രെഡിറ്റിന്റെ കാര്യം. ക്രെഡിറ്റ് 2 വിധത്തിലാണ് നമുക്ക് അലോ ചെയ്ത് തരിക. ഒന്ന് ഫിക്സഡ് ക്രെഡിറ്റ്. ഓക്കെ, അതായത് മിഥിലാജിന് 50 ലക്ഷം രൂപയാണ്, 1 കോടി റുപ്യാണ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ 1 കോടി റുപ്യയുടെ ചരക്ക് മാത്രം ഇറക്കാനുള്ള അനുമതിയെ മിഥിലാജിനുള്ളൂ. മനസ്സിലായോ? അതായത് ആദ്യത്തെ ചരക്ക് 50 ലക്ഷത്തിന് ഇറക്കി, ആ 50 ലക്ഷം ഈ തിരിച്ചടച്ചാലും പിന്നെ ഒരു 50 ലക്ഷം കൂടി ഇറക്കാനുള്ള അനുമതി എനക്കുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫിക്സഡ് ക്രെഡിറ്റ് LC എന്ന് പറയാം. ഇനി ഇതല്ലാതെ റിവോൾവിംഗ് LC ഉണ്ട്. എന്താ റിവോൾവിംഗ് LC? റിവോൾവിംഗ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷത്തിന്റെ സാധനം, 1 കോടിയാണ് നമ്മുടെ ലിമിറ്റ്.
50 ലക്ഷത്തിന്റെ ഇറക്കി 30 ലക്ഷം കൊടുത്തെങ്കിൽ ഇനി 70 ലക്ഷത്തിന്റെ സാധനം ഇറക്കാം. മനസ്സിലായോ? അതായത് 1 കോടിയാ ലിമിറ്റ്, ആദ്യം നമ്മൾ 50 ലക്ഷം ഇറക്കി, ഇതിന്ന് 30 ലക്ഷം നമ്മൾ പേയ്മെന്റ് കൊടുത്തു ബാങ്കിന്, എങ്കിൽ ഇനി 80 ലക്ഷത്തിന്റെ സാധനം ഇറക്കാം. ബാലൻസുകൾ മാറും, നമ്മൾ പേയ്മെന്റ് അടക്കുന്നതിനനുസരിച്ച് ബാലൻസ് മാറും. അങ്ങനെയെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് റിവോൾവിംഗ് ക്രെഡിറ്റ് എന്നാണ്. അപ്പൊ അവിടെ ഒരു നോ അപ്പർ ലിമിറ്റ് ഇല്ല, ഒരു അപ്പർ ലിമിറ്റ് ഇല്ല. നമ്മൾ പേയ്മെന്റ് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ചെയ്യാം, നമ്മൾ പേയ്മെന്റ് അടക്കുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ബാലൻസ് മാറിക്കൊണ്ടിരിക്കും. അത്തരം ക്രെഡിറ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിവോൾവിംഗ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അടുത്ത, അതായത് രണ്ടാമത്തെ തരം എൽ സി ആണ് ഏത്? റിവോക്കബിൾ എൽ സി എന്ന് പറയുന്നത്. റിവോക്കബിൾ എൽ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റിവോക്ഡ് ഓർ മോഡിഫൈഡ് അറ്റ് എനി മൊമെന്റ് ബൈ ദ ഇഷ്യൂയിങ് ബാങ്ക്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇഷ്യൂയിങ് ബാങ്കിന് അതിന്റെ ലിമിറ്റുകൾ എപ്പോ വേണമെങ്കിലും മാറ്റും. അതായത് 1 കോടിയുടെ ലിമിറ്റ് എനക്ക് അനുവദിച്ചു എൽ സിക്ക്, നാളെ വന്നിട്ട് ബാങ്ക് പറയാണ് നാളെ മുതൽ 80 ലക്ഷം ഉള്ളൂ, അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ 50 ലക്ഷം ഉള്ളൂ. ഇങ്ങനെ ഇഷ്യൂയിങ് ബാങ്കിന് എപ്പോ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന എൽ സി ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവോക്കബിൾ എൽ സി എന്നുള്ളത്. അപ്പൊ എന്തായിരിക്കും റിവോക്കബിൾ? അതെ, ബാങ്കിന് ഒരിക്കലും അതിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റില്ല, ബട്ട് മോഡിഫൈ ചെയ്യാം. എപ്പോ? ബെനഫിഷ്യറിയുടെ അപ്രൂവലോട് കൂടി മാത്രം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇർറിവോക്കബിൾ എൽ സി. ഇപ്പൊ എത്ര തരം എൽ സി നമ്മൾ വിളിച്ചു? ഡോക്യുമെന്ററി എൽ സി എന്താണ്? സ്പെസിഫൈഡ് ഡോക്യുമെന്റ്സിന്റെ ഒപ്പം വെക്കുന്ന എൽ സിനെ ഡോക്യുമെന്ററി എൽ സി. എൽ സി സബ്മിറ്റ് ചെയ്യേ വേണ്ടെങ്കിൽ ആ എൽ സിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്ലീൻ എൽ സി, അല്ലെ? പിന്നെ മൂന്നാമത്തത് റിവോക്കബിൾ എൽ സി എന്താ? ഇഷ്യൂയിങ് ബാങ്കിന് എപ്പോ വേണമെങ്കിലും എൽ സിയിൽ മോഡിഫിക്കേഷൻ നടത്താമെങ്കിൽ അത് റിവോക്കബിൾ എൽ സി. ബെനഫിഷ്യറിയുടെ അപ്രൂവലോട് മാത്രമേ മോഡിഫിക്കേഷൻ നടത്താൻ പറ്റൂ എങ്കിൽ അത് ഇർറിവോക്കബിൾ എൽ സി. Then confirmed LC. എന്താണ്? When the LC is additionally confirmed by the advising bank along with issuing bank. എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇഷ്യൂയിങ് ബാങ്ക് എൽ സി തന്നു എന്ന് വിചാരിച്ചിട്ട് എൽ സിക്ക് അപ്രൂവൽ കിട്ടില്ല. നോർമലി ആരാ എൽ സി കൊടുക്കുക? ഇഷ്യൂയിങ് ബാങ്കാ കൊടുക്കുക. ഇമ്പോർട്ടർ ആരടുത്തേക്കാ പോവുക? ഇഷ്യൂയിങ് ബാങ്കിനോട് പറയും, ഇഷ്യൂയിങ് ബാങ്ക് എൽ സി കൊടുക്കും. ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഇഷ്യൂയിങ് ബാങ്കിന്റെയും അഡ്വൈസിംഗ് ബാങ്കിന്റെയും അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രം പാസ്സാവുന്ന എൽ സി ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺഫേംഡ് എൽ സി എന്നാണ് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എത്ര തരം എൽ സീസ് ആണുള്ളത്? അതെ, ഒന്നാമത്തെ എൽ സി ഏതാ? ഡോക്യുമെന്ററി എൽ സി. എന്താ ഡോക്യുമെന്ററി എൽ സി? സ്പെസിഫൈഡ് ഡോക്യുമെന്റിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യപ്പെടേണ്ട എൽ സിനെ നമ്മൾ ഡോക്യുമെന്ററി എൽ സി എന്ന് പറയും. അങ്ങനെ എവിടെയും സബ്മിറ്റ് ചെയ്യേണ്ടാത്ത എൽ സിനെ നമ്മൾ ക്ലീൻ എൽ സി എന്ന് പറയും. ഇഷ്യൂയിങ് ബാങ്കിന് എപ്പോ വേണമെങ്കിലും മോഡിഫിക്കേഷൻ നടത്താൻ പറ്റുന്ന എൽ സിനെ നമ്മൾ റിവോക്കബിൾ എൽ സി എന്ന് പറയും. ബെനഫിഷ്യറിയുടെ അപ്രൂവലോട് കൂടി അല്ലാതെ മോഡിഫിക്കേഷൻ നടത്താൻ പറ്റാത്ത എൽ സിനെ നമ്മൾ ഇറിവോക്കബിൾ എൽ സി എന്ന് പറയും. ഏതെങ്കിലും എൽ സി അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്യൂയിങ് ബാങ്കിന്റെയും അഡ്വൈസിംഗ് ബാങ്കിന്റെയും അപ്രൂവൽ വേണമെങ്കിൽ അതിനെ കൺഫേംഡ് എൽ സി എന്ന് പറയും. Then next one is with recourse LC. എന്താണത്? അതായത് നോർമലി ആരാണ് എൽ സി ഇതാക്കുക? ഇഷ്യൂ ചെയ്യുന്നത് ആരാ? ഇഷ്യൂയിങ് ബാങ്ക് ആണ്. ആരാ അവിടെ സെക്യൂരിറ്റി കൊടുക്കുന്നത്? ബാങ്ക് സെക്യൂരിറ്റി കൊടുക്കും. സെല്ലറിനോട് പറയാണ്, നിങ്ങള് സാധനം ധൈര്യമായിട്ട് വിട്ടോ, ഇവര് പൈസ തന്നിട്ടില്ലെങ്കിലും ഞാൻ പൈസ തരുമെന്ന് പറഞ്ഞിട്ടാണ് എൽ സി വരിക. പക്ഷേ ഇമ്പോർട്ടർ പൈസ അടച്ചിട്ടില്ലെങ്കിൽ ബാങ്കിന് സെല്ലറുടെ കയ്യിൽ നിന്ന് അത് റിക്കവറി ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം എൽ സിനെ നമ്മൾ വിത്ത് റീകോഴ്സ് എൽ സി എന്നാണ് പറയുന്നത്. എന്താണ്? ബയ്യറ് സാധനം വന്നാലോ വന്നിട്ടില്ലെങ്കിലോ ബയ്യർ പൈസ അടച്ചിട്ടില്ലെങ്കിൽ ബാങ്കിന് ആ പൈസ സെല്ലറുടെ കയ്യിൽ നിന്നും റിക്കവർ ചെയ്യാമെങ്കിൽ അതിനെ നമ്മൾ വിത്ത് റീകോഴ്സ് എൽ സി എന്നാണ് വിളിക്കുക.
മനസ്സിലായോ? ഇഷ്യൂയിങ് ബാങ്ക് ആൻഡ് റിക്കവർ ദ എമൗണ്ട് പെയ്ഡ് ഫ്രം ദ സെല്ലർ ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ബൈ ദ ബയ്യർ. ബയ്യർ ഡിഫോൾട്ട് ചെയ്താൽ ആരെടുന്നത് എടുക്കും? സെല്ലറുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ ആ എൽ സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിത്ത് റീകോഴ്സ് എൽ സി എന്ന് പറയാം. അപ്പൊ വിത്തൗട്ട് റീകോഴ്സ് എൽ സി എന്തായിരിക്കും? ബയ്യർ ഡിഫോൾട്ട് വരുത്തിയാലും സെല്ലറിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത എൽ സി ആണെങ്കിൽ അതിനെ വിത്തൗട്ട് റീകോഴ്സ് എൽ സി എന്ന് വിളിക്കും. ആൻഡ് വാട്ട് ഈസ് ട്രാൻസ്ഫറബിൾ എൽ സി? വായിച്ചു നോക്കുക. അതായത് ചില കേസുകളിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കില്ല യഥാർത്ഥ സെല്ലർ. അതായത് ഫോർ എക്സാമ്പിൾ, ബയ്യർ ഉണ്ട്, ഇപ്പുറത്ത് സെല്ലർ ഉണ്ട്. ബട്ട് സെല്ലർ എന്താ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ സെല്ലർ എന്ന് പറയുന്നത് ഈ ബി എന്ന് പറയുന്ന ആളാണ്. ഇയാൾക്ക് ചിലപ്പോ എക്സ്പോർട്ട് ലൈസൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഓക്കെ, നിന്റെ അടുത്ത് എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ടല്ലോ, നിന്റെ എക്സ്പോർട്ട് ലൈസൻസ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇത് ഇയാൾക്ക് കൊടുക്കാം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള സെല്ലർ ആരാ? ഇദ്ദേഹമാണ്. പക്ഷേ നമ്മുടെ എൽ സിയിൽ ആരുടെ പേരാ വരിക? ഈ ബയ്യറിന്റെയും ഈ സെല്ലറിന്റെയും പേരാ വരിക. അപ്പോ ഈ കൊടുക്കുന്ന പൈസ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള എൽ സി ആണെന്നുണ്ടെങ്കിൽ ആ എൽ സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫറബിൾ എൽ സി എന്ന് പറയുന്നത്. ഇഷ്യൂഡ് ഇൻ കേസ് ദ ബെനഫിഷ്യറി ഈസ് ഓൺലി ആൻ ഇന്റർമീഡിയറി. ഇന്റർമീഡിയറി ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. ആൻഡ് നോട്ട് ദ അൾട്ടിമേറ്റ് സെല്ലർ. അൾട്ടിമേറ്റ് സെല്ലർ വേറെ ഏതോ ഒരാളാണ് എങ്കിൽ ഇൻ സച്ച് എ കേസ് ദ ബെനഫിഷ്യറി മേ ആസ്ക് ദ ഇഷ്യൂയിങ് ബാങ്ക് ഫോർ ട്രാൻസ്ഫറബിൾ ക്രെഡിറ്റ്. എന്താണ്? പൈസ വന്ന ഉടൻ അത് എന്റെ അക്കൗണ്ടിൽ നിന്ന് അൾട്ടിമേറ്റ് സെല്ലറുടെ അക്കൗണ്ടിലേക്ക് പോകണം എന്ന് പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള എൽ സിനെ നമ്മൾ എന്താ പറയാ? ട്രാൻസ്ഫറബിൾ എൽ സി എന്നാണ് പറയാ. അപ്പൊ എത്ര എൽ സികൾ നമ്മൾ വിളിച്ചു? ഡോക്യുമെന്ററി എൽ സി നമ്മൾ വിളിച്ചു, ക്ലീൻ എൽ സി നമ്മൾ പഠിച്ചു, റിവോക്കബിൾ എൽ സി നമ്മൾ പഠിച്ചു, ഇറിവോക്കബിൾ എൽ സി നമ്മൾ പഠിച്ചു, കൺഫേംഡ് എൽ സി നമ്മൾ പഠിച്ചു, വിത്ത് റീകോഴ്സ് എൽ സി നമ്മൾ പഠിച്ചു, വിത്തൗട്ട് റീകോഴ്സ് എൽ സി നമ്മൾ പഠിച്ചു, ട്രാൻസ്ഫറബിൾ എൽ സി നമ്മൾ പഠിച്ചു. അപ്പൊ എന്താ വിത്ത് റീകോഴ്സ് എൽ സി? സെല്ലറിന് വാങ്ങാൻ പറ്റും എന്നുള്ളത് വിത്ത് റീകോഴ്സ്, പറ്റില്ല എന്നുള്ളത് വിത്തൗട്ട് റീകോഴ്സ്. ഇനി ബാക്ക് ടു ബാക്ക് എൽ സി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതായത് ഇഷ്യൂഡ് ഇൻ കേസ് ഓഫ് നോൺ ട്രാൻസ്ഫറബിൾ എൽ സി ഇൻ ഫേവർ ഓഫ് എ തേർഡ് പാർട്ടി ബൈ കീപ്പിംഗ് ദ പ്രസന്റ് എൽ സി ഓൺ സെക്യൂരിറ്റി. എന്താണ് അത് പറയുന്നത്? അത് പറ്റില്ല. ഇഷ്യൂഡ് ഇൻ കേസ് ഓഫ് നോൺ ട്രാൻസ്ഫറബിൾ എൽ സി ഇൻ ഫേവർ ഓഫ് എ തേർഡ് പാർട്ടി ബൈ കീപ്പിംഗ് ദ പ്രസന്റ് എൽ സി ആസ് സെക്യൂരിറ്റി. അതായത് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതായത് നോൺ ട്രാൻസ്ഫറബിൾ, ഇതിന്റെ ഒപ്പം ഒന്നുകൂടി ഉണ്ട്. നോൺ ട്രാൻസ്ഫറബിൾ എൽ സി എന്താ? അതായത് നമുക്ക് തേർഡ് പാർട്ടിക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള എൽ സി ആണ് നമ്മൾ നോൺ ട്രാൻസ്ഫറബിൾ എൽ സി പറയാം. അപ്പൊ നോൺ ട്രാൻസ്ഫറബിൾ എൽ സി വരുന്ന സമയത്ത് അൾട്ടിമേറ്റ് സെല്ലർ വേറൊരു എൽ സി സെല്ലറുമായിട്ടിടും. എന്തിനു വേണ്ടിയിട്ട്? എന്തായാലും നിങ്ങൾക്ക് ഫണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഈ എൽ സിനെ ഞാൻ സെക്യൂരിറ്റി ആയി വെക്കും എന്ന് പറഞ്ഞിട്ടുള്ള എൽ സി ആണ് ബാക്ക് ടു ബാക്ക് എൽ സി എന്ന് പറയുന്നത്. അതായത് 3 പേരുണ്ട്, ഒരാൾ ഏജന്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നോൺ ട്രാൻസ്ഫറബിൾ എൽ സിയിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ട്രാൻസ്ഫറബിൾ എൽ സി ഇട്ട് കഴിഞ്ഞാൽ പൈസ വരുന്നോട് കൂടിയിട്ട് ഏജന്റിന്റെ കയ്യിൽ നിന്ന് മറ്റേ ആൾക്ക് പൈസ പോകും, അൾട്ടിമേറ്റ് സെല്ലർക്ക്. നോൺ ട്രാൻസ്ഫറബിൾ ആണെങ്കിലോ അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ കൊടുക്കാൻ കഴിയാത്ത സമയത്ത് എന്ത് പറയും? ഈ സെല്ലറും ഈ അൾട്ടിമേറ്റ് സെല്ലറും തമ്മിൽ ഒരു എൽ സി ഇടും. അതിന്റെ പേരാണ് ബാക്ക് ടു ബാക്ക് എൽ സി. അതിന്റെ അർത്ഥം എന്താ? ഫണ്ട് നിനക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നീ ഫണ്ട് തരുന്നവരെയും നിന്റെ ആദ്യത്തെ എൽ സി ഞാൻ സെക്യൂരിറ്റി ആയി വെക്കും എന്ന് പറയുന്നതിനെയാണ് ബാക്ക് ടു ബാക്ക്
എൽ സി. അതായത് അവിടെ രണ്ട് എൽ സി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഏത് എൽ സിയാ? ഒന്നൊരു നോൺ ട്രാൻസ്ഫറബിൾ എൽ സിയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ സെക്യൂരിറ്റി ആയി വെച്ച് ഒരു ബാക്ക് ടു ബാക്ക് എൽ സിയും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്താ പറയുന്നത്? ഒരു നോൺ ട്രാൻസ്ഫറബിൾ എൽ സിയുടെ കേസിലാണ് എന്ത് ഫോം ചെയ്യണേ? ബാക്ക് ടു ബാക്ക് എൽ സി ഫോം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? പ്രസന്റ് എൽ സി സെക്യൂരിറ്റി ആയി വെച്ചുകൊണ്ട്. ക്ലിയർ ആണോ? അതായത് ഈ എൽ സിനെ നമ്മൾ എന്ത് ചെയ്യും? പണയം വെക്കുന്നത് പോലെ ആയിരിക്കും ഈ ബാക്ക് ടു ബാക്ക് എൽ സി വരുന്നത്. ക്ലിയർ ആണോ? ദെൻ എൽ സി വിത്ത് റെഡ് ഓർ ഗ്രീൻ ക്ലോസ്. എന്താ അത്? അതായത് റെഡ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് COGS പ്ലസ് പാക്കിംഗ് ആണ്, പാക്കിംഗ് എക്സ്പെൻസ്. അതായത് ഇപ്പൊ ഒരു സാധനം ഉണ്ടാക്കി വിൽക്കുകയാണ്, 100 രൂപ ഇതും പാക്കിംഗ് എക്സ്പെൻസ് 10 രൂപയാണെങ്കിൽ 110 രൂപയ്ക്കാണ് എന്റെ സാധനത്തിന്റെ കോസ്റ്റ് എങ്കിൽ ബാങ്ക് പാസ്സാക്കുക ഈ 110 രൂപയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെഡ് ക്ലോസ് എന്ന് പറയും. ഇനി ഗ്രീൻ ക്ലോസ് എന്താ? പാക്കിങ്ങും വെയർ ഹൗസ് എക്സ്പെൻസും കൂടി കൂട്ടിയിട്ട് വേണം നിങ്ങൾക്ക് എൽ സി പാസ്സാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്രീൻ ക്ലോസ് എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പോ ബാങ്കിനോട് ചോദിക്കുമ്പോ എനിക്ക് വേണ്ടത് കോസ്റ്റും പാക്കിങ്ങും മാത്രം മതിയെങ്കിൽ അതിനെ റെഡ് ക്ലോസ് എന്ന് പറയും. കോസ്റ്റും പാക്കിങ്ങും വെയർ ഹൗസ് എക്സ്പെൻസിനും ഉള്ള പൈസ എൽ സി ആയി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം ഗ്രീൻ ക്ലോസ്. ക്ലിയർ ആണോ? അപ്പൊ റെഡ് ക്ലോസ് എൽ സി എന്താ, ഗ്രീൻ ക്ലോസ് എൽ സി എന്താ, മനസ്സിലായില്ലേ? ദെൻ എന്താണ് ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റ്? LC is issued for full value of goods, but part amount becomes payable as the part shipment is done. എന്താണ് അത് പറയുന്നത്? സോ ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഫുൾ പേയ്മെന്റും നമുക്ക് എൽ സി ആയി കിട്ടും, പക്ഷെ ആ എൽ സിയുടെ ഒരു പകുതി തുകയോ കാഭാഗം തുകയോ ഈ ഷിപ്പ് ഇന്ന പോർട്ട് എത്തുമ്പോഴത്തേക്കും നമ്മൾ കൊടുത്തിരിക്കണം. അത്തരം എൽ സികളെയാണ് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എത്രണ്ണം നമ്മൾ പറഞ്ഞു? എത്രണ്ണം പറഞ്ഞു മൊത്തം? ഡോക്യുമെന്ററി എൽ സി എന്താ? ക്ലീൻ എൽ സി എന്താ? എൽ സി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടാത്തതാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്ലീൻ എൽ സി എന്ന് പറയും. പിന്നെ റിവോക്കബിളും ഇറിവോക്കബിളും മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത് റിവോക്കബിള്, ചെയ്യാൻ പറ്റാത്തത് ഇറിവോക്കബിള്. കൺഫേംഡ് എൽ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബാങ്കിന്റെയും അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൽ സി കിട്ടുമെങ്കിൽ അത് കൺഫേംഡ് എൽ സി. പിന്നെ വിത്ത് റീകോഴ്സും വിത്തൗട്ട് അതെന്താ? ബയ്യർ പൈസ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ സെല്ലറിന്റെ അടുത്ത് പൈസ എടുക്കാം ബാങ്കിന് എങ്കിൽ ദാറ്റ് ഈസ് വിത്ത് റീകോഴ്സ്. പറ്റില്ലെങ്കിൽ അത് വിത്തൗട്ട് റീകോഴ്സ്. പിന്നെ ട്രാൻസ്ഫറബിൾ എൽ സി, അതായത് ഇടയിൽ ഒരു ഇന്റർമീഡിയറിനെ വെച്ചിട്ടാ ചെയ്യുന്നതെങ്കിൽ ആ പൈസ വരുന്നത് ഡയറക്ട്ലി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ട്രാൻസ്ഫറബിൾ എൽ സി. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് നോൺ ട്രാൻസ്ഫറബിൾ എൽ സി. ബാക്ക് ടു ബാക്ക് എൽ സി എന്താണ്? ബാക്ക് ടു ബാക്ക് എൽ സി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ബാക്ക് ടു ബാക്ക് എൽ സി ഇടുക? ഒരു നോൺ ട്രാൻസ്ഫറബിൾ എൽ സി ഉണ്ടെങ്കിലേ നമ്മൾ ബാക്ക് ടു ബാക്ക് എൽ സി ഇടുള്ളൂ. അതെന്തിനാ? ഇടയിൽ ഒരു ഇന്റർമീഡിയറി ഉണ്ടെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റുന്നില്ല എങ്കിൽ ആ നോൺ ട്രാൻസ്ഫർ എൽ സിനെ സെക്യൂരിറ്റി ആയി വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എൽ സി ആണ് ബാക്ക് ടു ബാക്ക് എൽ സി എന്ന് പറയുന്നത്. അതേപോലെ നെക്സ്റ്റ് വൺ റെഡ് ക്ലോസ് എൽ സിയും ഗ്രീൻ ക്ലോസ് എൽ സിയും. അതായത് നമ്മൾ എൽ സി ക്രിയേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ദ ഗുഡ്സ് പ്ലസ് പാക്കിംഗ് ആണെങ്കിൽ അതിനെ റെഡ് ക്ലോസ് എൽ സി എന്ന് പറയും. കോസ്റ്റ് ഓഫ് ദ ഗുഡ്സ് പ്ലസ് പാക്കിംഗ് പ്ലസ് വെയർ ഹൗസ് എക്സ്പെൻസസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഗ്രീൻ ക്ലോസ് എൽ സി എന്ന് പറയും. അതേപോലെ തന്നെ ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റ് എന്താ? അതായത് എൽ സി പാസ്സാവുന്നത് എൻറ്റയർ എമൗണ്ടിനായിരിക്കും, പക്ഷേ ഒരു നിശ്ചിത ദൂരം ഇത് സഞ്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നിശ്ചിത പേയ്മെന്റ് കൊടുക്കണം എന്നാണെങ്കിൽ അതിനെ നമ്മൾ ഇൻസ്റ്റാൾമെന്റ്
ക്രെഡിറ്റ് എന്ന് പറയും. അപ്പോ ഫിക്സഡ് ക്രെഡിറ്റ് എന്താ? ഫിക്സഡ് ക്രെഡിറ്റ് റിവോൾവിംഗ് ക്രെഡിറ്റ് എന്താ? കൂടും. ഓക്കെ. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് LC ടു ദ എക്സ്പോർട്ടർ ആൻഡ് ഇമ്പോർട്ടർ. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. അല്ലെ, രണ്ട് രാജ്യത്ത് കിടക്കുന്ന എക്സ്പോർട്ടറിനെയും ഇമ്പോർട്ടറിനെയും ഇന്റർനാഷണൽ ട്രേഡില് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഏത്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ? അഷ്യൂറിറ്റി ഓഫ് പേയ്മെന്റ്. സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം ബയ്യറുടെ പേയ്മെന്റ് കിട്ടുമെന്ന് തീർത്തും പറയാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഏത്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ റിസ്ക് ആരാ ബിയർ ചെയ്യണത്? ഇഷ്യൂയിങ് ബാങ്ക് ആണ്, അപ്ലിക്കന്റ് പോലും അല്ല. ഓക്കെ. സോ 3 അഡ്വാൻറ്റേജ് എന്താ? ഒന്ന്, ഇന്റർനാഷണൽ ട്രേഡിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഇന്റർനാഷണൽ ട്രേഡിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് എന്താ? പേയ്മെന്റ് കൃത്യമായി കിട്ടുമെന്നുള്ള ഉറപ്പ് ആർക്കുണ്ട്? എക്സ്പോർട്ടർക്ക് ഉണ്ട്. 3, റിസ്ക് എല്ലാം എടുക്കുന്നത് ആരാ? ഇഷ്യൂയിങ് ബാങ്ക് ആണ് എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മിനിമൽ കളക്ഷൻ പീരിയഡ്, അല്ലെ? സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം കുറെ ടൈം എടുക്കുമോ പൈസ കിട്ടാൻ? ഷിപ്പ് ചെയ്ത ഉടനെ തന്നെ LCയുടെ എമൗണ്ട് പാസ്സായി, അയാൾക്ക് അപ്പൊ തന്നെ എന്ത് കിട്ടി? പൈസ കിട്ടി. അപ്പൊ എക്സ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ്? മിനിമൽ കളക്ഷൻ പീരിയഡ് ആണ് അവിടെ ഉള്ളത്. ഈവൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് പോലും അവിടെ ഇല്ല. എന്താ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്? ഡോളറിന്റെ പൈസ മാറുമോ എന്നുള്ള പേടിയൊന്നുമില്ല. ഷിപ്പ് ചെയ്യുന്ന അന്നത്തെ ഡേറ്റ് വെച്ചിട്ട് റേറ്റ് വെച്ചിട്ടാണ് നമുക്ക് LC പാസ് ആവുക. അതുകൊണ്ട് ആ പേടിയും ഇല്ല. അതേപോലെ തന്നെ അഡ്വാൻസ് ആയിട്ടാണ് എക്സ്പോർട്ടർക്ക് എന്ത് കിട്ടുന്നത്? ഫണ്ട് കിട്ടുന്നത്. ഷിപ്പ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഫണ്ട് കിട്ടും, എന്നിട്ട് എത്തുക പോലും വേണ്ട. Then LC assures the importer that payment will made only when all the conditions are met as per the LC. അതെന്താ പറയണേ? ഷിപ്പ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പേയ്മെന്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടറും സേഫ് ആണ്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് LCയുടെ? ഫസ്റ്റ് വൺ, അത് ഇന്റർനാഷണൽ ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്നു. 2, എക്സ്പോർട്ടർക്ക് അഷ്യൂറിറ്റി ഓഫ് പേയ്മെന്റ് ഉണ്ട്. 3, റിസ്ക് മൊത്തം ബിയർ ചെയ്യുന്നത് ഇഷ്യൂയിങ് ബാങ്ക് ആണ്. 4, മിനിമം കളക്ഷൻ പീരിയഡ് മാത്രം മതി. ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഒന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് കിട്ടും. ആൻഡ് ഓൾസോ ഇമ്പോർട്ടിനുള്ള എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഇത് നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഇമ്പോർട്ടറും സേഫ് ആണ്. അപ്പൊ എത്ര പോയിന്റുകളാണുള്ളത്? 7 പോയിന്റുകൾ. ഏതൊക്കെയാ? ഫസ്റ്റത്തെ പോയിന്റ് ഇന്റർനാഷണൽ ട്രേഡിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പേയ്മെന്റ് അഷ്യോർഡ് ആണ്, റിസ്ക് ബിയർ ചെയ്യുന്നത് ഇഷ്യൂയിങ് ബാങ്ക് ആണ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഒട്ടും തന്നെ ഇല്ല, അഡ്വാൻസ് പേയ്മെന്റ് കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെ മിനിമൽ കളക്ഷൻ പീരിയഡ് ആണ്, അതേപോലെ തന്നെ ഇമ്പോർട്ട് കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടറും സേഫ് ആണ്. എന്തൊക്കെയാണ് 7 പോയിന്റ്? ഇന്റർനാഷണൽ ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അഷ്യൂർഡ് പേയ്മെന്റ് ഉണ്ട്, എല്ലാ റിസ്കും ഇഷ്യൂയിങ് ബാങ്കിനാണ്, മിനിമം കളക്ഷൻ പീരിയഡ് ആണ്, കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്താലേ ഫണ്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇമ്പോർട്ടർ സേഫ് ആണ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസ്കുകൾ ഒന്നും തന്നെ ഇല്ല, അഡ്വാൻസ് പേയ്മെന്റ് റിസീവ് ചെയ്യുന്നുണ്ട്. 7 പോയിന്റുകളാണുള്ളത്. അപ്പോ എത്ര തരം ഡോക്യുമെന്റ്സ് ആണ് LCയിലുള്ളത്? ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്,
ഏതൊക്കെയാണ് കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ്? ലിസ്റ്റും. സെല്ലർ സൈൻ ചെയ്യണം, സെയിൽസിനെ കുറിച്ചുള്ള എല്ലാ പർട്ടിക്കുലേഴ്സും അതിൽ വേണം. ലോറി ട്രക്ക് ലിസ്റ്റ്, റെസിപ്റ്റ്, റെയിൽവേ റെസിപ്റ്റ്. ഏതാ പറഞ്ഞ? ഷിപ്പിംഗ് ഡോക്യുമെന്റ്. ഇനി ഇത് ലൈസൻസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. അതെന്താ? എന്താ എന്താ ഐഡന്റിറ്റിയോ? പിന്നെ ഇൻഷുറൻസിന്റെ അത് ലാസ്റ്റ്. ഒഫീഷ്യൽ ഡോക്യുമെന്റ്. പിന്നെ ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റ്. ഇനി എത്ര തരം എൽ സികളാണുള്ളത്? ട്രാൻസ്ഫറബിള്, നോൺ ട്രാൻസ്ഫറബിള്, റെഡ് ക്ലോസ് എൽ സി, ഗ്രീൻ ക്ലോസ് എൽ സി. പിന്നെ എത്ര ടൈപ്പ് ക്രെഡിറ്റാ ഉള്ളത്? ഫിക്സഡ് ക്രെഡിറ്റ്, റിവോൾവിംഗ് ക്രെഡിറ്റ്, ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റ്. അഡ്വാൻറ്റേജസ് 7 എണ്ണം. ഒന്നുകൂടി 7 എണ്ണം ഉണ്ട്. പിന്നെ ഇഷ്യൂ ബാങ്കിനല്ല ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്തതിനു ശേഷമാണ് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇമ്പോർട്ടറും സേഫ് ആണ്. ഓക്കെ, ഇനി ആദ്യം മുതൽ ഇനി ഫോർമാറ്റ് പറയണം, സർക്കുലറിന്റെ അഡ്വാൻറ്റേജും പറയണം. സബ്ജക്റ്റ് മെയിൻ ഇൻഫോർമേഷൻ. ഒഫീഷ്യൽ അതോറിറ്റി. അല്ല, അഡ്വാൻറ്റേജസ് സർക്കുലറിന്റെ ആയിരിക്കും. എക്സ്പെഡീഷ്യസ് ആണ്. കോൺഷ്യസ്നെസ് ഇൻക്രീസ് ചെയ്യും.
ഈ പബ്ലിക് നോട്ടീസ് കൺവേ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റേറ്റ്സിന്റെ ആർഡേഴ്സ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ഇഷ്യൂകള് ഡീറ്റെയിൽസ് ടൈറ്റിൽ ഹെഡ് പിന്നെ 5 കാര്യങ്ങൾ കോംപ്രിഹെൻസീവ്, അത് ടെൻഡറാണ്. കോംപ്രിഹെൻസീവ് ഇൻഫോർമേഷൻ, റെഗുലേറ്ററി റിക്വയർമെന്റ്സ്, ഡെസിഗ്നേഷൻ, ടെൻഡർ, ഗുഡ്സ്, ഓഫർ. എന്ത് ടെൻഡർ ഫോർമാറ്റ് പറ. Name and address of the organization. Subject. Index. 5 main information. എന്തൊക്കെയാണ്? Tender date, last date, cost, EMD, pre-bidding meeting date, disclaimer clause. Disclaimer clause കഴിഞ്ഞിട്ട് എന്താ? അതുണ്ട്. ഡിസ്ക്ലൈമർ ക്ലോസ് കഴിഞ്ഞിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ, ടെക്നിക്കൽ ബിഡും ഫൈനാൻഷ്യൽ ബിഡും, ഫീസും ഡെപ്പോസിറ്റും, ഫോർ ഫീച്ചർ ഓഫ് EMDക്ക് എന്തൊക്കെ കണ്ടീഷൻസ് ആയിരിക്കും, എന്തൊക്കെ കണ്ടീഷൻ ആയിരിക്കും? ഡിലേ അല്ല, അഞ്ഞുണ്ട്. പ്രീ ബിഡ്, എന്താണ് ഞാൻ പറഞ്ഞത്? പ്രീ ബിഡിങ് മീറ്റിംഗ് ഡേറ്റ്, സ്കോപ്പ് ഓഫ് വർക്ക്, ടെക്നിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് റിക്വയർമെന്റ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അറ്റാച്ച്മെന്റ് ചെയ്യേണ്ടത്. ഇനി ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അത് പിന്നെ ഈ പറഞ്ഞതല്ലേ. അഡ്വാൻറ്റേജസ് പറഞ്ഞു. സോ നെക്സ്റ്റ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ബാങ്ക് ഗ്യാരണ്ടി. എന്താ ബാങ്ക് ഗ്യാരണ്ടി? ബാങ്ക് ഗ്യാരണ്ടി നിൽക്കുന്നു. ഇറ്റ്സ് എ നോൺ ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി റിക്വയർഡ് ബൈ ദി ബോറോവേഴ്സ്. എന്താ അത്? അതെ. It acts as an undertaking assuring the beneficiary that the bank would pay. അപ്പോ LC ഇന്റർനാഷണൽ ട്രേഡിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി എവിടെയും നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇന്ന ആള് പൈസ നൽകിയിട്ടില്ലെങ്കിലും ബാങ്ക് നൽകും എന്ന് പറയുന്ന ഗ്യാരണ്ടീനെയാണ് നമ്മൾ ബാങ്ക് ഗ്യാരണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താ? ഫൈനാൻഷ്യലോ പെർഫോമൻസ് ഒബ്ലിഗേഷനോ സെക്കൻഡ് പാർട്ടി
ചെയ്തിട്ടില്ലെങ്കിൽ ബെനഫിഷ്യറിക്ക് പണം നഷ്ടപ്പെടില്ല എന്ന് ഗ്യാരണ്ടി നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, എന്താണ് ഫൈനാൻഷ്യലോ പെർഫോമൻസ് ഒബ്ലിഗേഷനോ ബയ്യർ നടത്തിയിട്ടില്ലെങ്കിലും സെല്ലർക്ക് അവരുടെ പണം നഷ്ടപ്പെടില്ല എന്ന് ഗ്യാരണ്ടി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ബാങ്ക് ഗ്യാരണ്ടി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറയാ. ഇനി ആരൊക്കെയാണ് ഇതിലെ പാർട്ടീസ്? അത് നമ്മൾ പറഞ്ഞില്ല അല്ലെ, LC-യിൽ എത്ര പാർട്ടി ഉണ്ട് എന്നുള്ളതൊന്നും നമ്മൾ പറഞ്ഞു, പക്ഷെ ഈ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ആരാണ് ഒന്നാമത്തെ പാർട്ടി? ബാങ്ക് ഉണ്ട്, അവിടെ തന്നെ ബെനഫിഷ്യറി ഉണ്ട്, ഒരു അപ്ലിക്കന്റും ഉണ്ട്. അത് നമ്മൾ LC പറയണ പോലെ തന്നെ ആരൊക്കെയുള്ള അപ്ലിക്കന്റ് ഉണ്ട്, ഇഷ്യൂയിങ് ബാങ്കിന് പകരം ബാങ്ക് ഉണ്ട്, അതേപോലെ ബെനഫിഷ്യറിയും ഉണ്ട്. രണ്ട് ടൈപ്പ് ഗ്യാരണ്ടികളാണ്, ബാങ്ക് ഗ്യാരണ്ടികളാണ് ഉള്ളത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷനോ പെർഫോമൻസ് ഒബ്ലിഗേഷനോ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിലാണ് ആര് ഗ്യാരണ്ടി കൊടുക്കുക? ബാങ്ക് മീൻസ് പൈസ തരാമെന്ന് പറയുന്നത്, ബാങ്ക് പറയുന്നത് തരാമെന്നുള്ളത്. അപ്പൊ ഫൈനാൻഷ്യൽ ഗ്യാരണ്ടി എന്താ? ഞാനൊരു സാധനം വിറ്റു, വിൽക്കണതിന്റെ പൈസ, കൊണ്ടുപോയതിന്റെ പൈസ അയാൾ തരുന്നില്ല എങ്കിൽ അതിന് ഗ്യാരണ്ടി നിൽക്കുന്നതിനെയാണ് ഫൈനാൻഷ്യൽ ഗ്യാരണ്ടി. പൈസയുടെ ഡീല്, ഞാൻ ഗുഡ്സ് കൊടുത്തു, ഞാൻ ഗുഡ്സ് കൊടുക്കാം, കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേര് പൈസ തന്നിട്ടില്ലെങ്കിൽ ബാങ്ക് തരണം എന്ന് പറഞ്ഞ് ഗ്യാരണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഫൈനാൻഷ്യൽ ഗ്യാരണ്ടിയാണ്. ക്ലിയർ ആണോ? ഓക്കെ. നൗ പെർഫോമൻസ് ഗ്യാരണ്ടി എന്താണ് പറയണേ? നേരെ തിരിച്ച്, ഞാൻ പൈസ കൊടുക്കാം, അയാൾ ആ വർക്ക് എനിക്ക് ചെയ്തു തന്നിട്ടില്ലെങ്കിൽ ബാങ്ക് എനിക്ക് പൈസ തിരിച്ചു തരണം. രണ്ടിനും മനസ്സിലായോ? ഒന്ന് ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കും, രണ്ട് വ്യൂവിൽ നോക്കുക, അതായത് സെല്ലറും ഉണ്ട് ബയ്യറും ഉണ്ട്. സെല്ലർ എന്താ പറയാ? സെല്ലറിന് എങ്ങനെ ഗ്യാരണ്ടി ഇടാൻ പറ്റുക? സെല്ലർ പറയാണ് ഞാൻ ഗുഡ്സ് എന്ത് ചെയ്യാം, കൊടുക്കാം, പക്ഷെ ഈ ഗുഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചൊരു പേയ്മെന്റ് എനിക്ക് വരണല്ലോ. ഈ പേയ്മെന്റ് നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആര് തരണം? ബാങ്ക് തരണം എന്ന് പറയുകയാണെങ്കിൽ ഇതെന്താ? ഫൈനാൻഷ്യൽ, അതായത് എന്താ ഗ്യാരണ്ടി? പൈസ തരും എന്നുള്ള ഗ്യാരണ്ടി ഉണ്ട്, അതാണ് ഫൈനാൻഷ്യൽ ഗ്യാരണ്ടി. ഓക്കെ. ഇനി നേരെ തിരിച്ച് അടുത്തത് നോക്കുക. സെല്ലറിന്റെ കേസ് ഒന്ന് വിടുക, ബയ്യറിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുക. ഗുഡ്സ് ഒന്നും കൊടുക്കുന്നില്ല ബയ്യർ അല്ലേ, ഞാൻ എന്ത് തരാം? പേയ്മെന്റ് തരാൻ ഞാൻ തയ്യാറാ, പക്ഷേ പേയ്മെന്റ് കൊടുത്താൽ തിരിച്ചെനിക്ക് എന്ത് കിട്ടണം? ഗുഡ്സ് കിട്ടണം, അല്ലെങ്കിൽ ഒരു സർവീസ് കിട്ടണം. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ തന്ന പേയ്മെന്റ് ആര് തിരിച്ചു തരണം? ബാങ്ക് തരണം എന്ന് പറയുന്നതാണ് പെർഫോമൻസ് ഗ്യാരണ്ടി. ഒന്നിൽ പെർഫോമൻസ് ഉറപ്പുവരുത്തുന്നു, ഒന്നിൽ ഫൈനാൻസ് ഉറപ്പുവരുത്തുന്നു. ക്ലിയർ ആണോ? യെസ്. ക്ലിയർ ആണോ അത്? നൗ ഓക്കെ. സോ അത് മനസ്സിലായോ? സോ ഫൈനാൻഷ്യൽ ഗ്യാരണ്ടി എന്താണ്, പെർഫോമൻസ് ഗ്യാരണ്ടി എന്താണ്? ഫൈനാൻഷ്യൽ ഗ്യാരണ്ടിയിൽ എന്താ പറയണത്? പെർഫോമൻസ് ഞങ്ങൾ ചെയ്യാം ഗ്യാരണ്ടീഡ്, പക്ഷെ അതിന്റെ പേയ്മെന്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ബാങ്ക് അത് ഗ്യാരണ്ടി നൽകണം. അതിന്റെ പേയ്മെന്റ് ബാങ്ക് ഗ്യാരണ്ടി നിൽക്കുകയാണെങ്കിൽ അത് ഫൈനാൻഷ്യൽ. മറ്റതിലെന്താ? ഫൈനാൻസ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം, ഞങ്ങൾ നൽകാം, പക്ഷെ അതിന് ഞങ്ങൾക്ക് കിട്ടേണ്ട പെർഫോമൻസ് ആര് ഗ്യാരണ്ടി ചെയ്യണം? ബാങ്ക് ഗ്യാരണ്ടി ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് പെർഫോമൻസ് ഗ്യാരണ്ടി. ക്ലിയർ ആണോ? യെസ്. സോ നമ്മൾ എന്തൊക്കെ കഴിഞ്ഞ്? എഗ്രിമെന്റ്, ഡീഡ്, കോൺട്രാക്ട്, സർക്കുലർ, പബ്ലിക് നോട്ടീസ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ബാങ്ക് ഗ്യാരണ്ടി, നൗ ബൈലോസ്. ക്ലിയർ ആണോ? യെസ്. നൗ എന്താണ് ഒരു ബൈലോ? ആ ബൈലോ അല്ല. Bylaw. 20 Bylaw is something which is made by a local authority. 20 years. 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 20
ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നിയമം അത് എവിടെ അപ്ലിക്കബിൾ ആവുള്ളൂ? ആ ഗവൺമെന്റിന് അധികാരമുള്ള ഏരിയയിലെ അപ്ലിക്കബിൾ ആവുള്ളൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബൈലോ. നമ്മൾ ബൈലോ എന്ന് പലയിടത്തും നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ മറ്റേ AOA നമ്മൾ പറയും ബൈലോസ് ഉണ്ടാകും. അതൊന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്നേ. ഇവിടുത്തെ ബൈലോ എന്താ? നമ്മൾ ഫോർമാറ്റ് പഠിക്കുന്ന ബൈലോ എന്താ? ഇനി ലോക്കൽ അതോറിറ്റി ആണ് ഉണ്ടാക്കുന്നത്. ആർക്ക് അപ്ലിക്കബിൾ? ആ പ്രദേശത്ത് ജീവിക്കുന്ന പ്രദേശവാസികൾക്കാണ് അപ്ലിക്കബിൾ എങ്കിൽ അതിനെയാണ് നമ്മൾ ബൈലോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്തിനു വേണ്ടിയിട്ടാ? റെഗുലേറ്റ് ചെയ്യാൻ. അതെന്താണ്? ഒരു ലീഗൽ ടൂൾ ആണ്. ഒരു പർട്ടിക്കുലർ ഏരിയനെ അച്ചടക്കത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കപ്പെടുന്ന ഒരു ലീഗൽ ടൂൾ ആണ് എന്ത്? ബൈലോ എന്ന് പറയുന്നത്. ബൈലോ രണ്ടെണ്ണം ഉണ്ട്. മാൻഡേറ്ററി ബൈലോസും ഉണ്ട്, ഡിസ്ക്രിഷണറി ബൈലോസും ഉണ്ട്. എന്താ മാൻഡേറ്ററി ബൈലോസ്? നിർബന്ധമായും പാലിക്കണം. ഡിസ്ക്രിഷണറി എന്താ? അതായത് നിങ്ങളുടെ ഉചിതത്തിനനുസരിച്ചിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യണം. ബസ് കയറിയാൽ നമ്മൾ ക്വാസി കോൺട്രാക്ട് ഒക്കെ പറയുന്ന പോലെ ബസ് കയറിയാൽ ടിക്കറ്റ് എടുക്കണം. ഉചിതമായ തീരുമാനം എടുത്താലും എടുത്തിട്ടില്ലെങ്കിലും അവിടെ ഓക്കെയാണ്. ബട്ട് എന്താണ്? ഉചിതമായിട്ട് നമ്മൾ അത് നടപടി എടുക്കണം എന്നുള്ളതാണ് എന്ത്? ഡിസ്ക്രിഷണറി ബൈലോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്താ? സബ്ജക്ട് മാറ്ററിനനുസരിച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുക? ഡിസ്ക്രിഷണറി ബൈലോസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താ പറയണേ? ബൈലോ ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്? ലോക്കൽ അതോറിറ്റി. എന്തിനു വേണ്ടിയാ ക്രിയേറ്റ് ചെയ്യുന്നത്? റെഗുലേറ്റിംഗ് എ പർട്ടിക്കുലർ ഏരിയ. അതെന്താണ്? ഒരു ലീഗൽ ടൂൾ ആണ്. എത്ര തരം ബൈലോസ് ഉണ്ട്? മാൻഡേറ്ററി ബൈലോസും ഉണ്ട്, ഡിസ്ക്രിഷണറി ബൈലോസും ഉണ്ട്. മാൻഡേറ്ററി ബൈലോസ് എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്കർഷമായിട്ട് നമ്മളത് പാലിക്കേണ്ട ഒന്നാണ് മാൻഡേറ്ററി ബൈലോസ്. ഡിസ്ക്രിഷണറി ബൈലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ തീരുമാനം, അതായത് റോഡ് അരികിൽ ഒരാള് മുറിവേറ്റ് കിടക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം തുടങ്ങിയ സാമൂഹിക ബോധത്തെയാണ് നമ്മൾ എന്താ പറയാ? ഡിസ്ക്രിഷണറി ബൈലോസ് എന്ന് പറയുന്നത്. Now, examples of bylaws. ഫസ്റ്റ് അവരെന്താ പറയണേ? NSCയുടെ ബൈലോസ്. എക്സാമ്പിൾസ് പറയാണ്. NSCയുടെ ബൈലോസ്, BSCയുടെ ബൈലോസ്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോസ്, ICSIയുടെ ബൈലോസ്, രജിസ്റ്റേർഡ് വാല്യൂവേഴ്സിന്റെ ബൈലോസ്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇത് പഠിക്കണം എന്നല്ല, ജസ്റ്റ് കോട്ട് ചെയ്യാൻ വേണമെങ്കിൽ. സോ ഇതൊക്കെ ബൈലോസ് ആണ് എന്നാണ് പറയണത്. സോ ബൈലോസിന്റെ കാര്യം അതാണ്. സോ ബൈലോസിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ പറഞ്ഞേ? ആരാ ഇഷ്യൂ ചെയ്യുന്നത്? ലോക്കൽ അതോറിറ്റി. എന്തിനു വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത്? ഒരു റെഗുലേറ്റിംഗ് എ പർട്ടിക്കുലർ ഏരിയ. എന്താണത്? ഒരു ലീഗൽ ടൂൾ ആണ്. എത്ര തരം ബൈലോസ് ഉണ്ട്? മാൻഡേറ്ററി ബൈലോസും ഉണ്ട്, ഡിസ്ക്രിഷണറി ബൈലോസും ഉണ്ട്. Then these are examples. Next one is show cause notice. Now, എന്താണ് show cause notice? വായിക്കുക. ഇതുവരെ മതി. ഇത് എന്താ പറയുന്നത്? ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അവരുടെ എക്സ്പ്ലനേഷൻ നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ അയക്കുന്ന ഒരു നോട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഷോ ദ കോസ്. ഇന്ന കാര്യം ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു, അതിനെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്, അതെന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോസ് വിശദീകരിക്കാനുള്ള നോട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഷോ കോസ് നോട്ടീസ് എന്ന് പറയാം. അപ്പൊ എന്താ? ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ഡെലിവേർഡ് ടു ദ അതർ പാർട്ടി ടു റെപ്രസെന്റ് ദ മാറ്റർ. അതായത് മറ്റേ പാർട്ടിക്ക് അവരുടെ പക്ഷം പറയാനുള്ള ഒരു അവസരത്തെയാണ് സൂചിപ്പിക്കുന്ന നോട്ടീസ് ആണ് ഏത്? ഷോ കോസ് നോട്ടീസ്. അതിലെന്താ പറയാ? അതിൽ അത് അലഗ്ഡ് മാറ്റർ, ഏത് മാറ്ററിനെ കുറിച്ചിട്ടാണ് ഉള്ളത് എന്നുള്ളത് ഉണ്ടാവും. അതേപോലെ തന്നെ രണ്ടാമത്തെ പാർട്ടിക്ക് ഒരു ഒക്കേഷൻ, ഒരു അവസരവും അതിൽ ഉണ്ടാവും. ഇത് ഉൾപ്പെടുന്ന ഒരു നോട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഷോക്കോസ് നോട്ടീസ്. അപ്പോ സാധാ പബ്ലിക് നോട്ടീസും ഷോക്കോസ് നോട്ടീസും തമ്മിലുള്ള വ്യത്യാസം എന്താ? പബ്ലിക് നോട്ടീസ് ഒരു ഇൻഫോർമേഷൻ കൺവേ ചെയ്യുന്നുള്ളൂ, അവിടുന്ന് എന്താണെന്നുള്ളത് ഇങ്ങോട്ട് കേൾക്കാനില്ല, ഇവിടുന്ന് അങ്ങോട്ടേ പറയാനുള്ളൂ.
എന്നുള്ളതാണ് പബ്ലിക് നോട്ടീസ് എങ്കിൽ ഷോക്കോസ് നോട്ടീസ് നേരെ തിരിച്ചാണ്. ഈ കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് അങ്ങനെ ചെയ്തു എന്ന് അതർ പാർട്ടിക്ക് ഒരു അവസരം നൽകുന്ന നോട്ടീസാണ് ഏത് ഷോക്കോസ് നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ഡെലിവേർഡ് ടു ദ അതർ പാർട്ടി ടു റെപ്രസെന്റ് ദ മാറ്റർ. ഒരു മാറ്ററിനെ കുറിച്ചിട്ട് അപ്പുറത്തെ പാർട്ടിക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസ് ആണ് ഇത് ഷോക്കോസ് നോട്ടീസ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഷോക്കോസ് നോട്ടീസ് യൂഷ്വലി ഇഷ്യൂ ചെയ്യാറ്? ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യാറുണ്ട്, ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസ് ഇഷ്യൂ ചെയ്യാറുണ്ട്, കോർട്ടുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്, എംപ്ലോയേഴ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്, അതർ അതോറിറ്റീസും ഇഷ്യൂ ചെയ്യാറുണ്ട്. ആരൊക്കെയാണ്? ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യാറുണ്ട്, ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസ് ഇഷ്യൂ ചെയ്യാറുണ്ട്, കോർട്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്, എംപ്ലോയേഴ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്, മറ്റ് അതോറിറ്റീസും ഇഷ്യൂ ചെയ്യാറുണ്ട്. It is issued in the observance of the principles of national justice and odi alteram partem near the other side. എന്താ ഹിയർ എന്നല്ല കേട്ടത്, ഇറ്റ് ഈസ് ഹിയർ. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇത് വെച്ചിട്ടാണ് ഇതുള്ളത്. അതായത് എന്ത് നടപടി എടുക്കുകയാണെങ്കിലും മറ്റേ ഭാഗം കൂടിയും കേട്ടിട്ടേ എടുക്കാൻ പാടൂ. അതാണ് ഹിയർ ദ അതർ സൈഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഷോക്കോസ് നോട്ടീസിന്റെ അടിസ്ഥാനം. സോ എന്താ ഷോക്കോസ് നോട്ടീസ്? ഷോക്കോസ് നോട്ടീസ് ഈസ് എ നോട്ടീസ് ഡെലിവേർഡ് ടു ദ അതർ പാർട്ടി ടു റെപ്രസെന്റ് ദ മാറ്റർ. ആരാ യൂഷ്വലി ഇഷ്യൂ ചെയ്യാറ്? ഗവൺമെന്റ്, ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസ്, കോർട്ട്, എംപ്ലോയേഴ്സ്, അതേപോലെ തന്നെ അതർ അതോറിറ്റീസ്. ഏത് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ ബേസിലാണ് ഷോക്കോസ് നോട്ടീസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു ഷോക്കോസ് നോട്ടീസിൽ വേണ്ട കാര്യങ്ങൾ? ഫസ്റ്റ് വൺ എന്താ? നെയിം ഓഫ് ദ ഇഷ്യൂവർ. ആരാണോ ഇറക്കുന്നത് അവരുടെ പേര് വ്യക്തമായി കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്, ഇറ്റ് ഷുഡ് ബി ഇൻ ക്ലിയർ ലാംഗ്വേജ് ആൻഡ് ദർ ഷുഡ് നോട്ട് ബി എനി ആംബിഗ്യൂറ്റി. ഓക്കെ. അതേപോലെ തന്നെ അതില് കറക്റ്റ് ആയ ബ്രീഫ് ഫാക്റ്റും വേണം. വയലേഷൻ ഓഫ് ലോ ഉണ്ടോ എന്നും അതില് സ്പെസിഫൈ ചെയ്തിരിക്കണം. അപ്പൊ 3 പോയിന്റ് എന്താ? നെയിം ഓഫ് ദി ഇഷ്യൂവർ വേണം. അതിന്റെ കണ്ടന്റ് എങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്? റൈറ്റിംഗിലായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ആംബിഗ്യസ് ആവാനും പാടില്ല. പിന്നെന്താ പറയണത്? അതിൽ എന്ത് മാറ്ററാ ഉള്ളത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കണം. അതോടെ തന്നെ അവിടെ വയലേഷൻ ഓഫ് ലോ ഉണ്ടോ എന്നുള്ളതും അവിടെ പറഞ്ഞിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് പാർട്ടി എന്ത് ആക്ഷൻ ആണ് അവിടെ എടുത്തത് എന്നുള്ളതും അവിടെ വിശദീകരിച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഒരു നിശ്ചിത വിൻഡോ കൊടുത്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? റിപ്ലൈ തരാനുള്ള ഒരു വിൻഡോ കൊടുത്തിരിക്കണം. ഇഷ്യൂയിങ് അതോറിറ്റിന്റെ അഡ്രസ്സും കൊടുത്തിരിക്കണം. അത് ഡേറ്റഡും ആയിരിക്കണം. അപ്പൊ എന്തൊക്കെയാ വേണ്ട? ഇഷ്യൂയിങ് അതോറിറ്റിയുടെ നെയിം വേണം. കണ്ടന്റ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞ്? ക്ലിയർ റൈറ്റിംഗിലായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, അൺആംബിഗ്യസ് ആയിരിക്കണം. അതേപോലെ തന്നെ അതിൽ ഫാക്ട്സ് പറഞ്ഞിരിക്കണം. വയലേഷൻ ഓഫ് ലോ ഉണ്ടോ എന്നുള്ളതും പറഞ്ഞിരിക്കണം. എന്താണ് പ്രപ്പോസ്ഡ് ആക്ഷൻ എന്നുള്ളതും അവിടെ. എന്താ പ്രപ്പോസ്ഡ് ആക്ഷൻ? നോ, ഇത് തെറ്റാണെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്ത് ഇങ്ങനെയായിരിക്കും. അതാണ് പ്രപ്പോസ്ഡ് ആക്ഷൻ. അതവിടെ കൊടുത്തിരിക്കണം. അഡീക്വേറ്റ് ടൈം കൊടുത്തിരിക്കണം. എന്തിന്? റിപ്ലൈ കൊടുക്കാനുള്ള ടൈം കൊടുത്തിരിക്കണം. ഇഷ്യൂയിങ് അതോറിറ്റിയുടെ അഡ്രസ്സും കൊടുത്തിരിക്കണം. ഷോക്കോസ് നോട്ടീസിന്റെ ഡേറ്റും അവിടെ അതിന്റെ ഉള്ളില് അടങ്ങിയിരിക്കണം. എന്തൊക്കെയാണ്? ഇഷ്യൂവറിന്റെ പേര് വേണം, റൈറ്റിംഗിലായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, അൺആംബിഗ്യസ് ആയിരിക്കണം. ബ്രീഫ് ഫാക്ട് വേണം അവിടെ. ബ്രീഫ് ഫാക്റ്റും അവിടെ വയലേഷൻ ഓഫ് ലോ നടക്കുന്നുണ്ടോ എന്നുള്ളതും പറഞ്ഞിരിക്കണം. പ്രപ്പോസ്ഡ് ആക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവണം. ഇഷ്യൂയിങ് അതോറിറ്റിയുടെ അഡ്രസ് അവിടെ വേണം. അതേപോലെ തന്നെ ഷോക്കോസ് നോട്ടീസിന്റെ ഡേറ്റും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ഷോക്കോസ് നോട്ടീസ്? ഷോക്കോസ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ?
Show cause notice is a notice which is delivered to the other party to represent the matters. അല്ലെ, ആരാ ഇഷ്യൂ ചെയ്യാറ്? നോർമലി ഗവൺമെന്റ്, ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി, കോർട്ട്, എംപ്ലോയേഴ്സ്, അതർ അതോറിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യാറ്. ഏത് പ്രിൻസിപ്പിളിന്റെ ബേസിൽ? ആ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ ബേസിലാണ്. എന്തൊക്കെ കണ്ടന്റുകളാണ് അതിൽ വേണ്ടത്? ഇഷ്യൂയിങ് അതോറിറ്റിയുടെ പേര്, കണ്ടന്റ് ക്ലിയറും പ്രിസൈസ് ആയിരിക്കണം, അൺഅംബിഗ്വസ് ആയിരിക്കണം, ബ്രീഫ് ഫാക്ടുകൾ കൊടുത്തിരിക്കണം, വയലേഷൻ ഓഫ് ലോ ഉണ്ടോ എന്ന് പറഞ്ഞിരിക്കണം, പ്രപ്പോസ്ഡ് ആക്ഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞിരിക്കണം, ഇഷ്യൂയിങ് അതോറിറ്റി അത് അടിക്ക് ടൈം വിൻഡോ കൊടുത്തിരിക്കണം, എന്തിന്? റിപ്ലൈക്ക് വേണ്ടിയിട്ട്. അഡ്രസ് ഓഫ് ദ ഇഷ്യൂവർ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം, ആൻഡ് ഡേറ്റഡുമായിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ഈസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ്. എന്താണ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ്? അത് കുറച്ച് സീരിയസ് ആണ്. എന്താണ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ്? ഡിഫൈൻസ് ദ കണ്ടീഷൻസ് ഓഫ്. എന്താ സ്റ്റാൻഡിങ് ഓർഡേഴ്സ്? ഒരാളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കണ്ടീഷൻസ്, ഇതൊക്കെ വായിച്ചു നോക്കി ഇതിനൊക്കെ സമ്മതമാണെങ്കിൽ മാത്രം ഇവിടെ ജോയിൻ ചെയ്യുക എന്ന് പറയണ ആ സീരിയസ് ആയിട്ടുള്ള ആ കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റാൻഡിങ് ഓർഡേഴ്സ്. സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഡിഫൈൻസ് ദ കണ്ടീഷൻസ് ഓഫ് റിക്രൂട്ട്മെന്റ്, ഡിസ്ചാർജ്, അതായത് ഏതൊക്കെ ക്രൈറ്റീരിയയിലാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്, എന്തൊക്കെ ചെയ്ത് അവിടുന്ന് എടുത്ത് പുറത്തേക്ക് ഇടും, എന്തൊക്കെ ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടാവും, ഹോളിഡേയ്സ് എത്രയാണ്, ലീവ് എത്രയാണ്, തുടങ്ങിയൊക്കെ ഉള്ള ഒരു കണ്ടീഷൻഡ് ഓർഡർ ആണ് എന്ത്? സ്റ്റാൻഡിങ് ഓർഡർ. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ മിനിമൈസിങ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ് ഇൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. മാനേജ്മെന്റും വർക്കറും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞങ്ങളുടെ റിക്രൂട്ട്മെന്റ് കണ്ടീഷൻസ്, ഡിസ്ചാർജിങ് കണ്ടീഷൻസ്, ഡിസിപ്ലിനറി ആക്ഷൻസ്, ലീവുകള്, ഹോളിഡേയ്സ് തുടങ്ങിയ ഇൻഫോർമേഷൻ ഒക്കെ അടങ്ങിയിരിക്കുന്ന ഓർഡറിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റാൻഡിങ് ഓർഡർ. അപ്പൊ അത് എവിടെ എടുക്കുക? നടത്തുന്നത് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്സിലുള്ള സംഭവമാണിത്. ഓക്കെ. എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാ? കണ്ടീഷൻസ് റിഗാർഡിംഗ് റിക്രൂട്ട്മെന്റ്, ഡിസ്ചാർജ്, ഡിസിപ്ലിനറി ആക്ഷൻസ്, ഹോളിഡേയ്സ്, ലീവ് എക്സെട്ര issued to a worker in an industrial undertaking to reduce the friction between management and workers. അല്ലെ, മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തിനെ കുറിച്ചിട്ടൊക്കെയുള്ള കണ്ടീഷൻസ് ആ കൊടുത്തിട്ടുണ്ടാവുക? റിക്രൂട്ട്മെന്റ്, ഡിസ്ചാർജ്, ഡിസിപ്ലിനറി ആക്ഷൻ, ഹോളിഡേയ്സ്, ലീവ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കണ്ടീഷൻസ് കൊടുത്തിരിക്കുന്ന ഓർഡേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റാൻഡിങ് ഓർഡേഴ്സ് എന്ന് പറയാം. അക്കോർഡിംഗ് ടു ദ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട്, എംപ്ലോയേഴ്സ് ഇൻ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഷോൾ ഇഷ്യൂ ഡ്യൂലി സർട്ടിഫൈഡ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്. അപ്പൊ എന്താ പറയുന്നത്? ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് പ്രകാരം ഒരു വർക്കർ ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ they shall issue a certified standing order. Okay, then എവിടെയാണ് ഇത് applicable? Every industrial establishment having 100 or more workmen or any day during the last 12 months. ലാസ്റ്റ് 12 മാസത്തില് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് 100 or 100-ൽ കൂടുതലോ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ ഒരു വർക്കർ വരുന്നതിന് മുമ്പ് എന്ത് കൊടുത്തിരിക്കണം? സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് കൊടുത്തിരിക്കണം. ക്ലിയർ ആണോ? എന്താ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് അപ്പോ? അതായത് മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽസ് ആണ്? ഡിസ്ചാർജ് എന്നാ പറയുന്നത്, റിക്രൂട്ട്മെന്റ്, ഡിസ്ചാർജ്, ഡിസിപ്ലിനറി ആക്ഷൻ, ഹോളിഡേയ്സ്, ലീവ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഓർഡർ മാനേജ്മെന്റ് ഇറക്കുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡിംഗ് ഓർഡർ എന്നുള്ളത്. സ്റ്റാൻഡിംഗ് ഓർഡർ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് പ്രകാരം
നൂറിൽ കൂടുതലോ എംപ്ലോയീസ് കഴിഞ്ഞ 12 മാസത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്തിരിക്കണം? സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്തിരിക്കേണ്ടതാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ എന്താ നമ്മൾ എൽ സിയിൽ പഠിച്ചത്? എൽ സിയില് ആ പിന്നെ പാർട്ടീസ് ടു ദ എൽ സി. എത്ര പാർട്ടീസ് ആണ് എൽ സിയിലുള്ളത്? ആ അഡീഷണൽ പാർട്ടീസ് ആരൊക്കെ ഉണ്ട്? ആ ഇനി എത്ര ഡോക്യുമെന്റ്സ് ഉണ്ട് എൽ സിയിൽ? ഷിപ്പിംഗ് ഡോക്യുമെന്റ്, ഒഫീഷ്യൽ ഡോക്യുമെന്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിന്, ഹെൽത്ത് ലൈസൻസ്, ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ ഒന്നുകൂടി ഉണ്ട്. ഹെൽത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒപ്പം ഒന്നുകൂടി ഉണ്ട്. പിന്നെ അടുത്തത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൽ സി. ബാക്ക് ടു ബാക്ക്, റെഡ് ക്ലോസ് എൽ സി, ഗ്രീൻ ക്ലോസ് എൽ സി. അഡ്വാൻറ്റേജസ് ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. പിന്നെ ഏതൊക്കെയാ പറഞ്ഞു? ഇന്റർനാഷണൽ ട്രേഡ്, റിസ്ക്, മിനിമം കളക്ഷൻ പീരീഡ്, ഏഴുണ്ട്. ഇമ്പോർട്ടറും സേഫ് ആണ്. പിന്നെ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ്. പിന്നെ എൽ സി കഴിഞ്ഞ അടുത്തത് ഏതാ? ബൈലോ. എന്താ ബൈലോ പറയണത്? അതെ, ബൈലോ. ഇത്രേ ഉള്ളൂ. എക്സാമ്പിൾസ് ഓഫ് ബൈലോ.
അതൊക്കെ പഠിച്ചോളൂ കേട്ടോ. ആ 4-5 പഠിച്ചോളൂ. ICSI അങ്ങനെ. പിന്നെ ബൈലോസ് കഴിഞ്ഞ ഷോക്കോസ് ആണോ? ഷോക്കോസ് നോട്ടീസ്. ആരാ ഇഷ്യൂ ചെയ്യണത്? ഏത് പ്രിൻസിപ്പളിന്റെ ബേസിലാണ്? എംപ്ലോയർ, അതർ അതോറിറ്റി. അത്രേ കാണാവുള്ളൂ അല്ലേ? മാറ്റ് ബ്രീഫ് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ടാവണം. വയലേഷൻ ഓഫ് ലോ ഉണ്ടോന്ന് അറിയണം, ഉണ്ടോന്ന് പറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ പ്രപ്പോസ്ഡ് ആക്ഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവണം. ഒരു വിൻഡോ കൊടുത്തിരിക്കണം അപ്പിയർ ആവാൻ വേണ്ടിയിട്ടുള്ളത്. ഷോക്കോസ് നോട്ടീസിന്റെ ഡേറ്റും വേണം. സ്റ്റാൻഡിങ് ഓർഡർ ഏത് ആക്ടിന്റെ ബേസില്? അടുത്തത് സ്റ്റാൻഡിങ് ഓർഡേഴ്സ്. നമ്മൾ പറഞ്ഞു സർട്ടിഫൈഡ് സ്റ്റാൻഡിങ് ഓർഡർ ഇറക്കേണ്ടത് 100 എംപ്ലോയീസോ അതിൽ കൂടുതലോ കഴിഞ്ഞ 12 മാസത്തിലുള്ള കമ്പനീസാണ്. അപ്പൊ ഒരു സർട്ടിഫൈഡ് സ്റ്റാൻഡിങ് ഓർഡർ എങ്ങനെയാ വേണ്ടത്? അത് പോസ്റ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിലായിരിക്കണം, അല്ലെങ്കിൽ എനി അതർ ലാംഗ്വേജ് അണ്ടർസ്റ്റുഡ് ബൈ ദി മെജോറിറ്റി. എവിടെയാ പോസ്റ്റ് ചെയ്യേണ്ടത്? സ്പെഷ്യൽ ബോർഡ് നിയർ ദ എൻട്രൻസ് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ്. അതായത് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ എൻട്രൻസിലുള്ള ബോർഡിൽ വേണം എന്ത് പബ്ലിഷ് ചെയ്യാൻ? സ്റ്റാൻഡിങ് ഓർഡർ, സർട്ടിഫൈഡ് സ്റ്റാൻഡിങ് ഓർഡർ പബ്ലിഷ് ചെയ്യാൻ. ഏത് ലാംഗ്വേജിൽ വേണം? ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ വേണം, അല്ലെങ്കിൽ മെജോറിറ്റി വർക്കേഴ്സിനും മനസ്സിലാവുന്ന ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിൽ വേണം നമ്മൾ പബ്ലിഷ് ചെയ്യാൻ. Then important aspects for issuing standing orders. എന്താണ്? Employer of the establishment 5 copies of the draft of the standing order to the certifying officer. ആരാ certifying officer? ലേബർ ഓഫീസർ. അതായത് ആരാ സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ടാക്കുക? മാനേജ്മെന്റ് ആണ്. അതായത് എംപ്ലോയർ ആണ് സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ടാക്കുക. ആ സ്റ്റാൻഡിങ് ഓർഡറിന്റെ 5 ഡ്രാഫ്റ്റുകൾ ആർക്ക് അയച്ചു കൊടുത്തിരിക്കണം? സർട്ടിഫൈ ഓഫീസറെ കൊണ്ട് സർട്ടിഫൈ ചെയ്തിരിക്കണം. 2, സച്ച് ഡ്രാഫ്റ്റ് ഓർഡർ സ്റ്റാൻഡിങ് ഓർഡർ ഷാൾ ബി അക്കോർഡിംഗ് ടു ദ മോഡൽ സ്റ്റാൻഡിങ് ഓർഡർ. എന്താ മോഡൽ സ്റ്റാൻഡിങ് ഓർഡർ? അതായത് നിങ്ങളൊരു ഡ്രാഫ്റ്റ് ഇതിൽ പഠിക്കണ്ടല്ലോ, ആ ഡ്രാഫ്റ്റ് സ്റ്റാൻഡിങ് ഓർഡറിന്റെ മോഡലിലായിരിക്കണം ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. It shall be accompanied with the particulars of the workman employed. എന്താണ് particulars of the workman employed എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന കാറ്റഗറി വർക്കേഴ്സിനുള്ള സ്റ്റാൻഡിങ് ഓർഡർ ആണ് എന്നുള്ളത് അതില് പറഞ്ഞിരിക്കണം. സോ എന്തൊക്കെയാ അവിടെ പറയുന്നത്? സർട്ടിഫൈഡ് സ്റ്റാൻഡിങ് ഓർഡർ എവിടെ പബ്ലിഷ് ചെയ്യേണ്ടത്? കമ്പനിയുടെ മെയിൻ ഗേറ്റിന് സമീപമുള്ള
നോട്ടീസ് ബോർഡിൽ വേണം ഇതേ സ്റ്റാൻഡിങ് ഓർഡർ പബ്ലിഷ് ചെയ്യാൻ. വേറെ കാര്യങ്ങൾ എന്താ? സ്റ്റാൻഡിങ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 5 കോപ്പികൾ സർട്ടിഫയിങ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഫോർമാറ്റിലുള്ള മോഡൽ സ്റ്റാൻഡിങ് ഓർഡർ പ്രകാരമുള്ള സ്റ്റാൻഡിങ് ഓർഡർ രീതിയിലായിരിക്കണം അത് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. അതേപോലെ തന്നെ പർട്ടിക്കുലർ വർക്ക്മാൻസിന്റെ പർട്ടിക്കുലേഴ്സ് എല്ലാം അടങ്ങുന്നതായിരിക്കണം സ്റ്റാൻഡിങ് ഓർഡർ വരേണ്ടത്. അതേപോലെ തന്നെ സർട്ടിഫയിങ് ഓഫീസർ ഷാൾ ഫോർവേഡ് എ കോപ്പി thereof the trade union and employees seeking their objection. അതായത് 5 കോപ്പി സർട്ടിഫയിങ് ഓഫീസറുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത് ആർക്കൊക്കെ അയച്ചു കൊടുക്കേണ്ടത്? ട്രേഡ് യൂണിയൻസിനും എംപ്ലോയീസിനും അയച്ചു കൊടുക്കണം, അവർക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ദെൻ ഒബ്ജെക്ഷൻസ് എത്ര ദിവസം കൊണ്ടാ സബ്മിറ്റ് ചെയ്യണ്ടേ? 15 ദിവസം കൊണ്ട് അവരുടെ ഒബ്ജെക്ഷൻസ് സബ്മിറ്റ് ചെയ്യണം. On receipt of the objection, the certifying officer shall give an opportunity of hearing to both parties and make amendments accordingly. അതായത് 2 പേരെയും വിളിച്ച് അവർക്ക് ഒരു അവസരം കൊടുത്ത് അവർക്ക് പറയാനുള്ളതും കേൾക്കാനുള്ളതുമായിട്ടുള്ള അവസരം കൊടുത്തതിന് ശേഷം ആ ഓൾറെഡി ഡ്രാഫ്റ്റ് ചെയ്ത സ്റ്റാൻഡിങ് ഓർഡറിൽ തക്കതായിട്ടുള്ള അമെൻഡ്മെന്റുകൾ വരുത്താവുന്നതാണ്. Then certifying officer shall certify the standing order and give a copy to both the employer and employee association within 7 days. അതായത് അമെൻഡ്മെന്റ്സ് വരുത്തി കഴിഞ്ഞാൽ 7 ദിവസത്തിന്റെ ഉള്ളിൽ ഇത് ആർക്കൊക്കെയാ കൊടുക്കണ്ടേ? ട്രേഡ് യൂണിയൻസിനും എംപ്ലോയീസിനും മാനേജ്മെന്റിനും എല്ലാവർക്കും ഇത് 7 ദിവസം കൊണ്ട് സപ്ലൈ ചെയ്യണം. സ്റ്റാൻഡിംഗ് ഓർഡർ ഷാൾ കം ഇൻ ടു ഇഫക്ട് ഫ്രം എക്സ്പയറി ഓഫ് 30 days from the date on which certified copy was sent to the employer and worker representatives. അതായത് ഇവർക്ക് കൊടുത്ത് 30 ദിവസത്തിന്റെ ഉള്ളിൽ സ്റ്റാൻഡിംഗ് ഓർഡർ നിലവിൽ വരുന്നതാണ്. അപ്പൊ എന്താ അവിടെ പറയുന്നത്? സ്റ്റാൻഡിംഗ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിലുള്ള ഫ്രിക്ഷൻ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അപ്പോയിന്റ്മെന്റിനെ പറ്റിയിട്ടും ഡിസിപ്ലിനറി ആക്ഷനെ പറ്റിയിട്ടും അവരുടെ ഡിസ്മിസലിനെ പറ്റിയിട്ടും ലീവിനെ പറ്റിയിട്ടും ഹോളിഡേനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള ഇൻഫോർമേഷൻസ് അടങ്ങുന്ന ഒരു ഓർഡർ ആണ് സ്റ്റാൻഡിംഗ് ഓർഡർ എന്ന് പറയുന്നത്. ലോ പ്രകാരം 100 100-ൽ കൂടുതലോ എംപ്ലോയീസ് കഴിഞ്ഞ 12 മാസത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ, വെറും സ്റ്റാൻഡിംഗ് ഓർഡർ അല്ല, സർട്ടിഫൈഡ് സ്റ്റാൻഡിംഗ് ഓർഡർ പുറത്തിറക്കേണ്ടത് ആണ്. സർട്ടിഫൈഡ് സ്റ്റാൻഡിംഗ് ഓർഡർ ഇൻഡസ്ട്രിയുടെ മെയിൻ ഗേറ്റിന്റെ മുമ്പിലുള്ള നോട്ടീസ് ബോർഡിൽ വേണം പബ്ലിഷ് ചെയ്തിരിക്കാൻ. ആ നോട്ടീസ് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മെജോറിറ്റി ആയ വർക്കേഴ്സിനോ അറിയുന്ന ലാംഗ്വേജിൽ ആയിരിക്കണം. അതേപോലെ തന്നെ സ്റ്റാൻഡിംഗ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 കോപ്പി സ്റ്റാൻഡിംഗ് ഓർഡറുകള് സർട്ടിഫയിങ് അതോറിറ്റിക്ക് അയച്ചു കൊടുക്കണം. ഈ സ്റ്റാൻഡിംഗ് ഓർഡറുകൾ പ്രിപ്പയർ ചെയ്തിരിക്കേണ്ടത് മോഡൽ സ്റ്റാൻഡിംഗ് ഓർഡറിന്റെ ബേസിലാണ്. അതേപോലെ തന്നെ എല്ലാ വർക്കേഴ്സിന്റെയും പർട്ടിക്കുലേഴ്സും അതില് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇനി സർട്ടിഫയിങ് ഓഫീസർ ഇത് റിസീവ് ചെയ്ത ഉടനെ തന്നെ ഇത് ട്രേഡ് യൂണിയൻസിനും എംപ്ലോയീസിനും സപ്ലൈ ചെയ്യും. അവർക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ 15 ദിവസത്തിന്റെ ഉള്ളിൽ അവർക്ക് ഒബ്ജെക്ഷൻസ് പറയാം. അങ്ങനെ ഒബ്ജെക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരെയും വിളിച്ച് 2 പേർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് കൊടുക്കും. അതിനുശേഷം തക്കതായ അമെൻഡ്മെന്റുകൾ നടത്തി 7 ദിവസം കൊണ്ട് ഈ ഫൈനൽ സ്റ്റാൻഡിംഗ് ഓർഡർ എംപ്ലോയർക്കും എംപ്ലോയിക്കും ട്രേഡ് യൂണിയൻസിനും ഒക്കെ സപ്ലൈ ചെയ്യും. സപ്ലൈ ചെയ്തതിൽ നിന്ന് 30 ദിവസത്തിന്റെ ഉള്ളിൽ സ്റ്റാൻഡിംഗ് ഓർഡർ നിലവിൽ വരുന്നതായിരിക്കും. ക്ലിയർ ആണോ? In case of appeal, എന്താ 7 വിട്ടില്ലല്ലോ. In case of any appeal on the expiry of 7 days from the date on which copies of the order was sent to the employer and മനസ്സിലായില്ല എന്ത്? പക്ഷേ ഓക്കെ, അല്ല സാധനം ഓക്കെയാണ്. എൻ്റെ ഇടയിൽ ഒരു ഓറ് വന്നു, അത്രേ ഉള്ളൂ.
Standing order shall come into the effects from expiry of 30 days from the date on which the certified copy was sent to the employer and workers representative. But or ഉണ്ട്. Or in case of appeal on the expiry of 7 days from the date on which copies of the order were sent to the employer and അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് കഴിഞ്ഞു. ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഫൈനൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്താ പറയണേ? പോയി. സ്റ്റാൻഡിങ് ഓർഡർ അമെന്റ്മെന്റ് വരുത്തി നമ്മൾ സ്റ്റാൻഡിങ് ഓർഡർ 7 ദിവസത്തിനുള്ളിൽ ആർക്കൊക്കെ കൊടുക്കണം? എംപ്ലോയർക്കും എംപ്ലോയിക്കും ട്രേഡ് യൂണിയനും കൊടുക്കണം. പക്ഷെ ഫൈനൽ ഓർഡറിലും അപ്പീൽ ഉണ്ടെങ്കിലോ, ഫൈനൽ ഓർഡറിൽ ഓക്കെ ആണെങ്കിൽ 30 ദിവസത്തിന്റെ ഉള്ളില് 30 ദിവസം കഴിഞ്ഞ ഉടനെ സ്റ്റാൻഡിങ് ഓർഡർ എന്താവും? ആക്റ്റീവ് ആവും. കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പീലിന് പോവാതിരിക്കോ അവരുടെ ഇഷ്ടം. പക്ഷെ 7ാമത്തെ ദിവസത്തിന് ശേഷം സ്റ്റാൻഡിങ് ഓർഡർ അവിടെ എഫക്റ്റീവ് ആവും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എന്താ സ്റ്റാൻഡിങ് ഓർഡർ പറയുന്നത്? എന്തിനു വേണ്ടിട്ടാ? എന്തൊക്കെ മാറ്ററുകൾ പറയുന്ന ഒരു ഓർഡറാണ്? ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ്, അത് കഴിഞ്ഞ് എന്തെങ്കിലും കൊള്ളരുതായ്മ കാണിക്കും, അതിനെ ഡിസിപ്ലിനറി ആക്ഷൻ. പിന്നെ അവരെ ടെർമിനേറ്റ് ചെയ്യും, അതിനെ നമ്മൾ ഡിസ്ചാർജ് എന്ന് പറയും. പിന്നെ അവരുടെ ഹോളിഡേ ലീവ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് സ്റ്റാൻഡിങ് ഓർഡർ, അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻസ് ആണ് സ്റ്റാൻഡിങ് ഓർഡർ. ഈ സ്റ്റാൻഡിങ് ഓർഡർ എവിടെ പതിപ്പിച്ചിരിക്കണം? അല്ല, ഈ സ്റ്റാൻഡിങ് ഓർഡർ, സർട്ടിഫൈഡ് സ്റ്റാൻഡിങ് ഓർഡർ എപ്പോഴാണ് ഇറക്കേണ്ടത്? ഏതെങ്കിലും ഒരു കമ്പനിയിൽ കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ 100ൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവിടെ സർട്ടിഫൈഡ് സ്റ്റാൻഡിങ് ഓർഡർ വേണം. അപ്പോ ആ സർട്ടിഫൈഡ് സ്റ്റാൻഡിങ് ഓർഡർ ഇൻഡസ്ട്രിയുടെ മെയിൻ ഗേറ്റില് വേണം പതിപ്പിക്കാൻ. മെയിൻ ഗേറ്റിന്റെ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ വേണം പതിപ്പിക്കാൻ. അതിൽ വർക്കേഴ്സിന്റെ ഇൻഫോർമേഷൻസ് വേണം. ഏത് ലാംഗ്വേജിൽ വേണം? ഇംഗ്ലീഷോ അല്ലെങ്കിൽ മെജോറിറ്റി വർക്കേഴ്സും ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ ഭാഷയിലോ വേണം നമ്മൾ കൊടുക്കാൻ. ദെൻ സ്റ്റാൻഡിങ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് 5 ഡ്രാഫ്റ്റ് കോപ്പികൾ സർട്ടിഫയിങ് ഓഫീസർക്ക് അയച്ചു കൊടുക്കണം. ഈ ഡോക്യുമെന്റുകളെല്ലാം മോഡൽ സ്റ്റാൻഡിങ് ഓർഡറിന്റെ ഫോർമാറ്റിലായിരിക്കണം. ദെൻ അയച്ചു കൊടുത്ത ഈ ഓർഡറുകൾ സർട്ടിഫയിങ് ഓഫീസർ ആദ്യം തന്നെ ട്രേഡ് യൂണിയനുകൾക്കും എംപ്ലോയികൾക്കുമാണ് അയച്ചു കൊടുക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ 15 ദിവസത്തിന്റെ ഉള്ളിൽ റിപ്പോർട്ട് ചെയ്യാം. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? 2 കൂട്ടർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് കൊടുക്കും. അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈനൽ ഓർഡർ ഇറക്കും. ആ ഫൈനൽ ഓർഡർ 7 ദിവസത്തിനുള്ളിൽ ഇവർക്ക് തന്നെ അയച്ചു കൊടുക്കും. അവർക്ക് അപ്പീൽ ചെയ്യണമെങ്കിൽ അപ്പീൽ ചെയ്യാം. അപ്പീൽ ചെയ്തിട്ടില്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആവും. അപ്പീൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 7 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ഇത് ആക്റ്റീവ് ആവും. അതായത് ഫൈനൽ ഓർഡർ വരുമല്ലോ. അതായത് പോയോ, നമ്മൾ ഫൈനൽ ഓർഡർ ഇറക്കി, ഫൈനൽ സ്റ്റാൻഡിങ് ഓർഡർ ഇറക്കി. ഫൈനൽ സ്റ്റാൻഡിങ് ഓർഡർ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രാമത്തെ ദിവസം അത് ആക്റ്റീവ് ആവുക? 30 ദിവസം കഴിയുന്നതോട് കൂടി ഇത് ആക്റ്റീവ് ആവും. ഫൈനൽ ഓർഡർ ഇറക്കി, ഇതിന്റെ ഇടയിൽ ഏതോ ഒരാൾ എന്തായി? അപ്പീൽ കൊടുത്തു. സോ ഈ അപ്പീലിന് ഒരു ഓർഡർ വരുമല്ലോ. ഈ ഓർഡറിൽ നിന്ന് 7ാമത്തെ ദിവസം ഇത് ആക്റ്റീവ് ആവും. ഓക്കെ, ക്ലിയർ? ദെൻ അടുത്തതേതാ? ബോണ്ട്സ്. എന്താ ബോണ്ട്? Bond is a document under which a person undertake to perform a certain act.
എന്താണ്? ബോണ്ട് ഈസ് എ ഡോക്യുമെന്റ് അണ്ടർ വിച്ച് എ പേഴ്സൺ അണ്ടർടേക്സ് ടു പെർഫോം എ സർട്ടൈൻ ആക്ട്. അത് പഠിക്കണം കേട്ടോ, ആ ഡെഫിനിഷൻസ്. എന്താണ്? Bonds is a document under which a person undertakes to perform a certain എ പേഴ്സൺ അണ്ടർടേക്സ് ടു പെർഫോം എ സർട്ടൈൻ ആക്ട്. ഒരു നിശ്ചിത ആക്ട് പെർഫോം ചെയ്യാം എന്ന് പറഞ്ഞ് സൈൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഏത്? ബോണ്ട് എന്ന് പറയുന്നത്. എന്തിനാണിത് ഇഷ്യൂ ചെയ്യുന്നത്? പല റിക്വയർമെന്റിന് വേണ്ടിയിട്ടും നമ്മൾ ഇത് ഇഷ്യൂ ചെയ്യാറുണ്ട്. എന്തിന്? ഫോർ പ്രൊവൈഡിങ് സെക്യൂരിറ്റി ഫോർ ആൻ ആക്ട് എഗ്രീഡ് ഹാസ് നോട്ട് ബീൻ ഡൺ. അതായത് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനികൾക്ക് അതിലൊരു സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ബോണ്ട്സ്. അല്ല, ഒരാൾ എംപ്ലോയ്മെന്റിന് എടുത്തു, ഇന്നെന്റെ വർക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു, അയാൾ ലീവ് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ബോണ്ട് ഒപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഗൽ ആക്ഷന് പോവാം. അതിനു വേണ്ടിയിട്ടാണ് ബോണ്ടുകള് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ബോണ്ട്സ് ആർ എവിഡൻസസ് ഓഫ് എ ഡെപ്റ്റ് ഡ്യൂ ടു ദ ഓർഗനൈസേഷൻ. അതെന്താ? ഇത് സാധാ ബോണ്ട് അല്ല. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് ആരൊക്കെയോ കടം കൊടുത്ത പൈസ തരാനുണ്ട് എന്നുള്ളതിന്റെ പ്രൂഫാണ് എന്ത്? ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ബോണ്ട് എന്ന് പറയുന്നത്. അതേപോലെ അടുത്ത ബോണ്ട് പറയുന്നുണ്ട്, എ ബെയിൽ ബോണ്ട് ഈസ് ആൻ അണ്ടർടേക്കിംഗ് ബൈ ആൻ അക്യൂസ്ഡ് ടു അപ്പിയർ ഫോർ ട്രയൽ ഓർ ടു പേ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓൺ നോൺ കംപ്ലയൻസസ്. എന്താണ് ഇത്? കേട്ടിട്ടുണ്ടാവും. നമ്മളെ ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോണ്ടിന്റെ പുറത്തായിരിക്കും അയാൾ പുറത്തിറങ്ങുക, നമ്മളെ ഗ്യാരണ്ടിക്ക് പുറത്തായിരിക്കും അയാളെ ജാമ്യത്തിന് വിടുന്നത്. അപ്പൊ ബെയിൽ എടുക്കുമ്പോ അക്യൂസ് ചെയ്ത ആള് എന്തെങ്കിലും ട്രയലിന് വരാതിരിക്കുകയോ എന്തെങ്കിലും നാശനഷ്ടം വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബാധ്യത അർപ്പിക്കുന്ന ബോണ്ടാണ് ബെയിൽ ബോണ്ട് എന്ന് പറയുന്നത്. സോ ബെയിൽ ബോണ്ട് ഈസ് ആൻ അണ്ടർടേക്കിംഗ് ബൈ ആൻ അക്യൂസ്ഡ് ടു അപ്പിയർ ഫോർ ട്രയൽ ഓർ ടു പേ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓൺ നോൺ കംപ്ലയൻസസ്. അതായത് ബെയിലിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് കംപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ തിരിച്ച് അവരെ ട്രയലിന് ഹാജരാക്കാനോ അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക അടയ്ക്കാനോ വേണ്ടി പറഞ്ഞിട്ടുള്ള ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ബെയിൽ ബോണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ ബോണ്ടില്? A document under which a person undertakes to, ഈ വേർഡ് ഒക്കെ വേണം കേട്ടോ, undertakes to perform a certain act. അതാണ് ബോണ്ട് എന്ന് പറയുന്നത്. എത്ര തരത്തിലുള്ള ബോണ്ട് ഉണ്ട്? ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ബോണ്ട്. നോർമൽ ബോണ്ട് അല്ല. നോർമൽ ബോണ്ട് എന്തിനാണ്? ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് എഗ്രി ചെയ്ത ആക്ട് അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോർമൽ ബോണ്ടുകൾ ഉള്ളത്. അതേപോലെ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ബോണ്ട് ഉണ്ട്. അതെന്തിനാ? നമുക്ക് ആരൊക്കെയോ കടം തരാനുണ്ട്, കടം കൊടുത്തത് തിരിച്ചു തരാനുണ്ട് എന്നുള്ള ഡെപ്റ്റ് ഒബ്ലിഗേഷൻ പറയുന്ന ബോണ്ടാണ് ഏത്? ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ബെയിൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബെയിലിൽ ഇറങ്ങിയ വ്യക്തി എന്തെങ്കിലും നോൺ കംപ്ലയൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ തിരികെ അയാളെ ട്രയലിന് കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ നിശ്ചിത തുക അടയ്ക്കണം എന്ന് പറഞ്ഞോ ഉള്ള ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ബെയിൽ ബോണ്ട് എന്ന് പറയാ. അപ്പോ ഏതൊക്കെയാ നമ്മൾ പഠിച്ചത്? അല്ല, മൊത്തത്തില് ഫ്രം ദ ബിഗിനിങ് ചാപ്റ്റർ കഴിഞ്ഞു. അങ്ങനെയല്ല, പറഞ്ഞിട്ട് പോവാൻ. Disseminating information. അല്ല, സർക്കുലറിന് ഫോർമാറ്റ് ഉണ്ട്, സർക്കുലറിന് അഡ്വാൻറ്റേജസ് ഉണ്ട്. നെയിം ഓഫ് ദ ഇഷ്യൂ.
Reference ഉണ്ടാവും. സബ്ജക്റ്റ്, ഉണ്ടാവും, reference ഉണ്ടാവും. മെയിൻ ഇൻഫോർമേഷൻ, Main information. പിന്നെ ഒരു authority. ഒഫീഷ്യൽ അതോറിറ്റി. Official authority. Secretary. Circular guide. Vertical advisor. Advisor ഇല്ല. അത് ഈ എക്കണോമിക്കലും ഈസി ടു ട്രാൻസ്ഫർ ആണ്. പിന്നെ എക്സ്പെഡിഷ്യസ്, കോൺഷ്യസ്നെസ് ഇൻക്രീസ്, കോൺഷ്യസ്നെസ് ഇൻക്രീസ് ചെയ്യും. പബ്ലിക് നോട്ടീസ്, പിന്നെ ഫോർമാറ്റ്, ഇഷ്യൂർ, ഡീറ്റെയിൽസ്, പിന്നെ ഇഷ്യൂർ, നോട്ടീസ്, പബ്ലിക് നോട്ടീസ്, നോട്ടീസ്, ഇഷ്യൂർ, ഡീറ്റെയിൽസ് ഓഫ് ദ ഇഷ്യൂർ, ടൈറ്റിൽ ഹെഡ്, കോംപ്രിഹെൻസീവ് ഇൻഫോർമേഷൻ, റെഗുലേറ്ററി റിക്വയർമെന്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്നുണ്ട്. ഡെസിഗ്നേഷൻ. പിന്നെ അടുത്തത് ടെൻഡർ, ബിഡ്സ്. ഒരു ഗുഡ്സിന് ഒരു ഗുഡ്സോ ഒരു സർവീസോ ഒരു എഗ്രീഡ് പ്രൈസിന് നമ്മൾ ഓഫർ ചെയ്യുന്ന ഡോക്യുമെന്റിനെയാണ് നമ്മൾ ടെൻഡർ എന്ന് പറയാ. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഓർഗനൈസേഷൻ, സബ്ജക്റ്റ്, ഇൻഡെക്സ്, 5 മെയിൻ പോയിന്റുകള്. എന്തൊക്കെയാണ് 5 മെയിൻ പോയിന്റുകള്? MBDയോ EMD, പ്രീ ബിഡ് മീറ്റിംഗ് ഡേറ്റ്. പിന്നെ ഇല്ല, ഡിസ്ക്ലൈമർ ക്ലോസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, ടെക്നിക്കൽ റിക്വയർമെന്റ്സ്, അല്ല ഫിനാൻഷ്യൽ ബിഡ്, ടെക്നിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ ബിഡ്സ്, ഫോർ ഫീച്ചർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഫോർ ഫീച്ചർ ഓഫ് EMD. ഇല്ല, പ്രീ ബിഡ് മീറ്റിംഗ് ഡേറ്റ്, സ്കോപ്പ് ഓഫ് വർക്ക്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അറ്റാച്ച്മെന്റ്സ് ടു ദ അടുത്തത് LC. കുഴപ്പമില്ല, പോയി പറഞ്ഞു. അത് ഇഷ്യൂ ചെയ്യുന്നത് അതിനോടല്ലോ എത്ര പിന്നെന്താണ് 4 പാർട്ടീസ് ഓഫ് ലെറ്റർ ഓഫ് ഇഷ്യൂ ഇഷ്യൂ അഡ്വൈസറി അതർ പാർട്ടീസ്. Advantages of letter of credit. Responsibility of the
ബാങ്കിനാണ്. പിന്നെ ഫോറിൻ കറൻസി ഇതിന്റെ പ്രശ്നമില്ല. ഇഷ്യൂർക്ക് അഡ്വാൻസ് നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ്, അങ്ങനെ അഡ്വാൻസ് പേയ്മെന്റ് ഫോർ എക്സ്പോർട്ടർ. ഫോറക്സ് റിസ്ക് അവോയ്ഡ് ചെയ്യാം. ഫോറക്സ് റിസ്ക്, ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്, മിനിമം കളക്ഷൻ പീരീഡ്, എല്ലാ ഇമ്പോർട്ടിംഗ് കണ്ടീഷൻസും പാലിച്ചതായതുകൊണ്ട് ഇമ്പോർട്ടറും സേഫ് ആണ്. അതല്ല പറഞ്ഞു. ഷോക്കോസ് നോട്ടീസ്. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് കാണിച്ച നോട്ടീസാണ്. other party to represent on the matters. ആരൊക്കെ ഇഷ്യൂ ചെയ്യാറ്? ഫോർമാറ്റ്, ഷോക്കോസ് നോട്ടീസിന്റെ ഫോർമാറ്റ് ഉണ്ട്. നെയിം ഓഫ് ദി ഇഷ്യൂയർ, അതിലെ കണ്ടന്റുകള് റൈറ്റിംഗിലായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, അണംബിഗ്യസ് ആയിരിക്കണം. 3, അതിൽ ബ്രീഫ് ഫാക്ട്സ് വേണം. വയലേഷൻ ഓഫ് ലോ ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കണം. പ്രപ്പോസ്ഡ് ആക്ഷൻസ് എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവണം. ഷോക്കോസ് നോട്ടീസിന്റെ ഡേറ്റും വേണം. ബൈലോസ് അതൊരു ലീഗൽ ടൂളാണ്. അടുത്തത് സ്റ്റാൻഡിംഗ് ഓർഡർ. സ്റ്റാൻഡിംഗ് ഓർഡർ കോൺഫ്ലിക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സംഭവം ആരൊക്കെ മാനേജ്മെന്റ് എംപ്ലോയീസ് ഏത് സർട്ടിഫൈഡ് സ്റ്റാൻഡിംഗ് ഓർഡർ എന്താ? സർട്ടിഫൈഡ് സ്റ്റാൻഡിംഗ് ഓർഡർ ഞാൻ പോരാട്ടോ, ഇപ്പൊ വരാം. അതൊക്കെ കയ്യിൽ പോകും.
പറയുന്നത് ബസ് ചെയ്യും ഇല്ലല്ലോ തുടങ്ങി വെച്ചിട്ടല്ലേ ഉള്ളൂ. സ്റ്റാൻഡിംഗ് ഓർഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ലീവല്ല അപ്പോയിന്റ്മെന്റ് നമ്മളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് നമ്മള് 100 days 100 days 100 employees
അതെന്തായാലും സർട്ടിഫൈഡ് സ്റ്റാൻഡിംഗ് ഓർഡർ മറ്റേതിമ പതിപ്പിക്കണം, നോട്ടീസ് ബോർഡിൽ പെയിന്റ്. അത് ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരാണ് ഇതാമത്തെ വർക്ക് സംസാരിക്കുന്നത്. പിന്നെന്താ, എവിടെ പതിപ്പിക്കണം? സർട്ടിഫൈഡ് സ്റ്റാൻഡിംഗ് ഓർഡർ ഏത് ഫോർമാറ്റിൽ ബിൽഡ് ചെയ്യണം, ആർക്ക് അയച്ചു കൊടുക്കണം, എത്ര കോപ്പി അയച്ചു കൊടുക്കണം? മാനേജ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയർക്ക് 5 കോപ്പീസ്, സർട്ടിഫൈഡ് ഓഫീസർ വർക്കേഴ്സിനും ട്രേഡ് യൂണിയൻസിന് അയച്ചു കൊടുക്കും. അതിന്റെ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ 15 ദിവസം 15 ദിവസത്തിനുള്ളിൽ തിരിച്ചു പറയാം. പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ 7 ദിവസത്തിനുള്ളിൽ ഫൈനൽ. ഒബ്ജക്ഷൻ പറയണം. ഒബ്ജക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ് കൊടുക്കും. അതിലെ സജഷൻസ് വെച്ചിട്ട് അമെൻമെന്റുകൾ നടത്തി ഒരു ഫൈനൽ ഓർഡർ ഇറക്കും. ആ ഫൈനൽ ഓർഡർ എംപ്ലോയേഴ്സിനും ട്രേഡ് യൂണിയനും 7 ദിവസത്തിന്റെ ഉള്ളിൽ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞ് 30 ദിവസത്തിന്റെ ഉള്ളിൽ അത് എഫക്റ്റീവ് ആവും. അതിന്റെ ഇടയിൽ അപ്പീൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പീലിന്റെ ഓർഡറും വന്ന് 7 ദിവസത്തിന്റെ ഉള്ളിലാണ് അത് എഫക്റ്റീവ്. ബോൺസ് അത് ഉറപ്പുവരുത്താനുള്ള ഒരു സെക്യൂരിറ്റിയാണ് ബോണ്ട് എന്ന് പറയുന്നത്. സാധാ ബോണ്ടുകൾക്ക് പുറമെ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ബോണ്ടും അതേപോലെ തന്നെ ബെയിൽ ബോണ്ടും ഉണ്ട്. എന്താണ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ബോണ്ട്? നമ്മുടെ ഓർഗനൈസേഷന് ആരെങ്കിലും പൈസ തരാനുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ബോണ്ടിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ബോണ്ട് എന്ന് പറയാ. ബെയിൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യത്തിൽ ഒരാളെ ഇറക്കുകയാണെങ്കിൽ അയാൾ എന്തെങ്കിലും നോൺ കംപ്ലയൻസ് നടത്തുകയാണെങ്കിൽ അയാളെ തിരിച്ച് ഞാൻ ട്രയലിന് വിധേയമാക്കുമെന്നോ അല്ലെങ്കിൽ പെനാലിറ്റി കെട്ടിപ്പിക്കുമോ എന്നോ പറയുന്ന ബോണ്ടാണ് ബെയിൽ ബോണ്ട്. അല്ലല്ല അതാ പിന്നെ ഫോർമാറ്റ് ആണ് നമുക്ക് എടുക്കണം. അതിൽ 1-2 ഫോർമാറ്റ് ഏതാ? ഡിഫൈൻ ദ ടേം ബോണ്ട്, പിന്നെ സ്റ്റാൻഡിംഗ് ഓർഡർ, ദെൻ ഷോ കോസ് നോട്ടീസ്. അതിന്റെ ഫോർമാറ്റും അതിന്റെ ഡെഫിനിഷനും. ബൈലോസ് എക്സാമ്പിൾസ്. അതിൻ്റെ ബാങ്ക് ഗ്യാരണ്ടി, അതിലെ പാർട്ടീസ് ആരാ, ഫൈനാൻഷ്യൽ ഗ്യാരണ്ടി എന്താണ്, പെർഫോമൻസ് ഗ്യാരണ്ടി എന്താണ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, പലതരം ലെറ്റർ ഓഫ് ക്രെഡിറ്റുകൾ, റെഡ് ക്ലോസ്, ഗ്രീൻ ക്ലോസ്, ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റ്, അതൊക്കെ തന്നെ. പിന്നെ അതാ 2 ഫോർമാറ്റ് ഉണ്ട്, ഒന്ന് ബോണ്ടിന്റെ ഫോർമാറ്റും പിന്നെ പബ്ലിക് നോട്ടീസിന്റെ ഫോർമാറ്റും. അതന്നെ ഇതിലുള്ളത്. ഇതിന് 12 മാർക്ക്. ഫോർമാറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതി പിടിക്കും. അതെനിക്കൊരു ബുദ്ധിമുട്ട്.